الحمد لله الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله ونشهد أن سيدنا وشفيعنا ونبينا وحبيبنا محمدا صلى الله عليه وسلم عبده ورسوله أرسله الله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون الحمد لله الذي خلق السماوات والأرض وما بينهما في 6 أيام ثم استوى على العرش والصلاة والسلام على من لا نبي بعده والذي ينزل عليه الفرقان العظيم لهداية الأنام من الضلال إلى الهدى وعلى آله وأصحابه الذين اتبعوه في كل وقت وحين والذين اتبعوهم بإحسان إلى يوم الدين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي اللهم إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب بسم الله العظيم القدرة والشان شديد البطش والبرهان حفل الدين والقرآن بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم اللهم اهدنا الصراط المستقيم صراط الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين وحسن أولئك رفيقا أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وابتغ فيما آتاك الله الدار الآخرة ولا تنس نصيبك من الدنيا وأحسن كما أحسن الله إليك ولا تبغ الفساد في الأرض إن الله لا يحب المفسدين وقال نبينا وحبيبنا محمد رسول الله സല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല സ്വലാത്ത് ചൊല്ലണം. ഇന്ന് ദീർഘമായി വന്ന് കുറച്ചുകൂടി നേരത്തെ എത്തണം എന്ന് ഞാൻ ഉദ്ദേശിച്ചതാണ്. ഇന്നലെ രാത്രി കിടക്കാനൊക്കെ വൈകിയതുകൊണ്ട് നിസ്കരിച്ച് കുറച്ച് കടന്നു നീക്കാൻ കഴിയില്ല. കട്ടിൽ തലയണയിൽ നിന്ന് തല ഉയർത്താൻ കഴിയില്ല. അതുകൊണ്ട് നേരം വൈകി. നിങ്ങൾ ക്ഷമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഉറങ്ങാത്തത് കൊണ്ടാണ് മൈക്കിന് എന്നെ ഏറ്റെടുക്കാൻ പറ്റാത്തത്. അപ്പൊ ഇന്ന് കുറച്ചു നേരം നമ്മൾ സംസാരിക്കും. ഇന്ന് പ്രധാനമായും ദുആ നമ്മുടെ ലക്ഷ്യവുമാണ്. ജുമഅയായതുകൊണ്ട് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റുകയും ഇല്ല. ജുമഅയുടെ മുമ്പ് മട്ടന്നൂരിൽ എത്തിച്ചേരുന്ന മാത്രമല്ല കുറെ ആളുകൾ പല ആവശ്യങ്ങളുമായി, സാധാരണ ഞാൻ വെള്ളിയാഴ്ചയാണ് ഉണ്ടാകാറുള്ളത് എന്നതുകൊണ്ട് തന്നെ പള്ളിയിൽ ഒരുപാട് ആളുകൾ പല ആവശ്യത്തിനും വരും. അവർക്ക് തടസ്സമാവാനും പാടില്ല. ഇതൊക്കെ കണ്ട് നമ്മൾ അവസാനിപ്പിക്കും. പ്രധാനമായി ദുആയാണ്. നല്ല ദിവസം 27ന്റെ രാവ് കഴിഞ്ഞുള്ള പകൽ, രാവിന്റെ അതേ പ്രാധാന്യം പകലിനുമുണ്ട് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. പരിശുദ്ധ
റമദാനിലെ അവസാനത്തെ വെള്ളിയാഴ്ച പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ദുആക്ക് ഉത്തരം കിട്ടുന്ന ഒരു സമയമുണ്ട്. അത് വെള്ളിയാഴ്ചയുണ്ട്, അതിന് പുറമെ നോമ്പ്, അതിന് പുറമെ നോമ്പിലെ അവസാനത്തെ വെള്ളിയാഴ്ച, ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഉള്ള ദിവസമാണ്. അതുകൊണ്ട് ഇന്ന് നമ്മൾ പ്രാർത്ഥനയ്ക്കേറെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ദുആക്ക് വേണ്ട സമയം കണ്ട് ഞാൻ അവസാനിപ്പിക്കും. വിഷയം തീർന്നോ? ചിലപ്പോൾ തീരാം, ചിലപ്പോൾ തീരാതിരിക്കാം. തീർന്നില്ല എങ്കിൽ നമുക്ക് മറ്റേതെങ്കിലും സമയത്ത് വിശദമായി സംസാരിക്കാൻ അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുന്നു. മാത്രമല്ല, ഈ നാട്ടിൽ സംസാരിക്കാനുള്ള ഒരു സന്തോഷം തന്നെ പറയുന്നതൊക്കെ ഉൾക്കൊള്ളാൻ അങ്ങനെയാണ്. പല നാട്ടിലും പോയാൽ ആളുടെ ശൈലി എങ്ങനെ, ഈ പ്രസംഗിക്കുന്ന ആൾക്ക് ഉറുദു അറിയോ, അയാൾ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ടോ എന്നൊക്കെ വിലയിരുത്തുന്ന കാലമാണ്. അതിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ നാടെന്ന് അറിയാനും കഴിഞ്ഞപ്പോൾ ഏറെ സന്തോഷം തോന്നുന്നു. അല്ലാഹു ദീനിന്റെ വേദിയിൽ പലതവണ ഒരുമിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. സഫീർ മോൻ, കുറെ സ്ത്രീകൾ നിൽക്കണ്ടല്ലോ, അവർക്ക് ഇരിക്കാൻ സംവിധാനിച്ചു. പിന്നെ നമ്മുടെ പൊന്നുമക്കൾ വളരെ കഷ്ടപ്പെട്ടാണ് ഈ വേദി ഒരുക്കിയത്. എവിടെയെങ്കിലും കൊണ്ടുപോയി വേദി ഒരുക്കുന്നതിന് പകരം പള്ളിയോട് ചേർന്നൊക്കെ ആകുമ്പോൾ കുറെ സൗകര്യമുണ്ട്. അസൗകര്യങ്ങൾ കുറെ ഉണ്ടാകും. വന്ന ആളുകൾക്ക് ക്ഷമിക്കണം എന്നവർക്ക് വേണ്ടിയും ഈ സദസ്സിന് വേണ്ടിയും നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുകയാണ്. നമ്മൾ വളരെ പ്രയാസപ്പെട്ടിരിക്കുന്ന ഈ ഇരുത്തം മശ്റയിലെ കാത്തുനിൽക്കലിനുള്ള ലഘൂകരണമായി അല്ലാഹു മാറ്റിത്തരട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. ഖാല നബിയുനാ വഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തസൂലു ഖദമാ അബ്ദിൻ യൗമൽ ഖിയാമ ഹത്താ യുസ്അല അൻ ഉംരിഹി ഫീമാ അഫനാ وعن علمه فيما فعل فيه وعن ماله من أين اكتسبه وفيما أنفقه وعن جسمه فيما أبلاه يا خير مولود تعظم فخره وأتى بأشرف ملة وكتابه يا خير مولود تعظم فخره وأتى بأشرف ملة وكتابه صلى الإله عليك يا خير الورى من هل في الآفاق قطر صحابي يا خير مبعوث إلى خير أمتي وأكرم من يدعو لسبل صواب صلوا بنا يا معشر الإسلام على النبي الواضح الأحكام نطق الكتاب بفضله وجلاله وبفضله ننجو من الإجرام हो मैं नादिम खताओं पर अपनी हो मैं नादिम खताओं पर अपनी काश दिल को करार आ जाए आरज़ू है कि इस नदामत पर उसकी रहमत को प्यार आ जाए सल्लल्लाहु अलैहि मुहम्मद എല്ലാവരും ഒരുമിച്ച് സല്ലല്ലാഹു അലാ മുഹമ്മദ് അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, ഉമ്മമാരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സദസ്സ് ദുആക്ക് ഉത്തരമുള്ള സദസ്സാക്കി അല്ലാഹു മാറ്റിത്തരട്ടെ. കാരുണ്യവാനായ റബ്ബേ, പരിശുദ്ധമായ റമദാൻ ഞങ്ങളോട് വിട പറയുമ്പോൾ അല്ലാഹുവേ, ഇത് ഞങ്ങളുടെ ജീവിതത്തിലെ അവസാനത്തെ റമദാനാക്കരുത് റബ്ബേ. ഇനിയും ഒരുപാട് റമദാനുകൾ സ്വാഗതം ചെയ്യാൻ
സാധുക്കളായി ഞങ്ങൾക്ക് നീ തൗഫീഖ് ചെയ്യണേ അല്ലാ. ഞങ്ങളുടെ സർവ്വരോഗങ്ങളും നീ സുഖപ്പെടുത്തണേ അല്ലാ. പൂർണ്ണമായ ആരോഗ്യം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത എല്ലാ ആളുകളുടെയും ഉദ്ദേശം നീ പൂർത്തിയാക്കണേ അല്ലാ. അല്ലാഹുവേ, ഫലസ്തീനിന്റെ മണ്ണിൽ കഷ്ടപ്പെടുന്ന, അല്ലാഹുവേ, ജൂതന്മാരുടെ ക്രൂരമായ അക്രമങ്ങൾക്ക് വിധേയമാകുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നീ മോചനം നൽകണേ അല്ലാ. ഇന്നലെ രാത്രിയാണ് ലൈലത്തുൽ ഖദറെങ്കിൽ അല്ലാഹുവേ, ഈ സദസ്സിൽ പങ്കെടുത്ത ഒരു കുഞ്ഞുകുട്ടിക്ക് പോലും റബ്ബേ അതിന്റെ മഹത്വം നീ തടഞ്ഞു വെക്കല്ല റബ്ബേ. എല്ലാവർക്കും അതിന്റെ മഹത്വം നീ നൽകണേ അല്ലാ. അതിൽ ഞങ്ങളെ നീ പങ്കാളികളാക്കി തരണേ അല്ലാ. നിന്നെ പ്രതീക്ഷിച്ചു കഴിഞ്ഞുകൂടുന്ന റബ്ബേ അടിമകളായ ഞങ്ങളെ നീ നിരാശരാക്കി കളയല്ല അല്ലാ. വേഗം നമ്മൾ വിഷയത്തിലേക്ക് കടക്കും. ഇന്നത്തെ വിഷയം വാട്സപ്പും ഫേസ്ബുക്കും പിന്നെ ഞാനും എന്നാണ്. അതിനു മുമ്പ് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, ഇന്നലെ നിങ്ങൾക്ക് കവറുകൾ നൽകിയിട്ടുണ്ടാവും. നിങ്ങളെ കവറുകൾ സംഘാടകർ ഇപ്പൊ നിങ്ങളെ സമീപിക്കും. കൗണ്ടർ ഇല്ലേ? കൗണ്ടർ ഇല്ലല്ലേ? കൗണ്ടർ ഇല്ല. അപ്പോ സംഘാടകർ ഇപ്പൊ നിങ്ങളെ സമീപിക്കുന്ന സമയത്ത് അൽഹംദുലില്ലാഹ് നിങ്ങൾ ഇപ്പോൾ തന്നെ അവരുടെ കയ്യിൽ കൊടുത്താലുള്ള സുഖം, സംഘാടകർ അതൊരു ഭാഗത്ത് ഇരുന്നിട്ട്, നിങ്ങൾ എവിടെ ഇരിക്കാം? ഇത് എവിടെ ഇരുന്നിട്ടാ ലിസ്റ്റാക്കുക? പള്ളിയിൽ ഇരിക്കല്ലേ? ആയിക്കോട്ടെ, അൽഹംദുലില്ലാഹ്. നല്ല സ്ഥലത്താണ്. നമ്മളെ സ്വതക്ക നല്ല സ്ഥലത്തൊന്ന് കയറിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങും. പള്ളിയിൽ നിന്നാണ് ലിസ്റ്റ് തയ്യാറാക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ സദക്കൊക്കെ ഒന്ന് പള്ളിയിൽ കയറിയിട്ട് ഇറങ്ങുന്നർത്ഥം. അൽഹംദുലില്ലാഹ്, അല്ലാഹു ഖൈറാക്കി തരട്ടെ. അപ്പോ നിങ്ങളിത് വേഗം ഏൽപ്പിച്ചാൽ ഇതിന്റെ സംഘാടകർ ഈ കവറുകളിൽ ദുആ ചെയ്യാനുള്ള ലിസ്റ്റ് ഉണ്ടാകും. ആ ലിസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾ ലിസ്റ്റ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യണം. ഒന്നിച്ചൊരു ലിസ്റ്റ് ആക്കണം. അതായത് 35 കവറിലുണ്ടാവും മരിച്ചുപോയ വാപ്പാക്കും ഉമ്മാക്കും ദ്വാരക്കണം. അബ്ബാസജി ഇങ്ങോട്ട് പോലും നിങ്ങൾ അടുത്തുനിന്ന് വേദ പറയുന്ന അങ്ങനെ അഞ്ചലിനാസ് മനാസിലോ എന്ന് കേട്ടിട്ടില്ലേ? നിങ്ങളവിടെ പോയിരുന്നാ പറ്റില്ല, അവിടെ. അതേപോലെ സദസ്സിൽ കുറെ ആളുകളുടെ സ്റ്റേജിൽ കയറ്റി ഇരുത്തേണ്ട, പക്ഷെ സ്റ്റേജിൽ സ്ഥലം മതിയാവില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. നിങ്ങളത് ആഗ്രഹിക്കുന്നവരുമല്ല എന്നെനിക്കറിയാം. നല്ല നല്ല കുറെ മനുഷ്യന്റെ ഉടമകളെയും മുഖവും കാണാൻ പറ്റുന്ന പ്രദേശമാണ് പാനൂരും കടവത്തൂരും ഇതിന്റെ പരിസര പ്രദേശങ്ങളൊക്കെ. അല്ലാഹു എല്ലാ നന്മയും നിലനിർത്തി തരട്ടെ. അപ്പൊ നിങ്ങൾ ഈ കവറുകൾ ഏൽപ്പിച്ചാൽ ഈ കവറുകളുടെ ലിസ്റ്റുകൾ നോക്കി അതിലെ ഉദ്ദേശങ്ങളൊക്കെ ഒരു ലിസ്റ്റിലാക്കണം. 35 കവറിലുണ്ടാവും വാപ്പാക്കും ഉമ്മാക്കും ദ്വാരക്കണം മരിച്ചുപോയേ. അത് ഒറ്റണ വായിച്ചാൽ മതിയല്ലോ. 35 തവണ വായിക്കുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് 10 മിനിറ്റ് നഷ്ടമാവും. സമയം ലാഭിക്കാനായി ഒരേ ഉദ്ദേശങ്ങളൊക്കെ ഒറ്റ തവണ ഒരു പൊതു ലിസ്റ്റാക്കി നമ്മൾ വായിച്ച് ദുആ ചെയ്യും. അല്ലാഹു ഖൈറാക്കി തെരുമാറാകട്ടെ. അപ്പൊ നിങ്ങളെല്ലാവരും ഇന്നലെ തന്ന കവർ നിങ്ങൾ ഇപ്പോൾ തിരിച്ചേൽപ്പിക്കും. കവറാണ് നിങ്ങൾ തിരിച്ചേൽപ്പിക്കേണ്ടത്. നിങ്ങൾ ഇന്ന് എന്തെങ്കിലും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അത് പിന്നീട് നിങ്ങൾ കൊടുത്താൽ മതി. കവറുകൾ നിങ്ങൾ തിരിച്ചേൽപ്പിക്കണം. ആദ്യം കവർ വാങ്ങിയ ആള് എന്നുള്ള നിലക്ക് ഞാൻ തന്നെ കവർ കൊടുക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത് ചെയ്യട്ടെ. അതേപോലെ ഈ സദസ്സിലേക്ക് ആദ്യമായി ഇന്നൊരു പൊന്ന് വന്നിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. മരിച്ചുപോയ ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യാൻ, ഇത് ഉമ്മാക്ക് വേണ്ടി കൊടുത്തതാണ്. ആദ്യം നമ്മുടെ ശരീരത്തിൽ പൊന്നണിയിച്ചു തന്നതും ആരായിരിക്കും? ഉമ്മയായിരിക്കും. എന്റെ മോൾക്ക് 1.5 വയസ്സായപ്പോഴാണ് എന്റെ ഭാര്യ എന്നോട് ഇങ്ങനെ ഇടക്കിടക്ക് പറയും, മോളെ കാത് കുത്തണം, പൊന്നിട്ട് കാണാൻ പൂതിയായിട്ടാണ്. എപ്പോഴും അതെന്നെ പിന്നെ പറയാം. അപ്പൊ വാപ്പമാരെ പല വിഷയത്തിനും പ്രേരിപ്പിക്കുക ഉമ്മാരാണ്. ആദ്യമായി തന്റെ ശരീരത്തിൽ പൊന്നണിഞ്ഞു തന്ന പ്രിയപ്പെട്ട ഉമ്മാക്ക് വേണ്ടി ഈ സദസ്സിൽ നിന്നൊരു സഹോദരി ഒരു സ്വർണത്തിന്റെ അലീക്കത്ത് കൊടുത്തയച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ലൈലത്തുൽ ഖദറിന്റെ മഹത്വം പോലും അല്ലാഹു കൊടുക്കില്ല. അല്ലാഹു മാതാവിനോട് ഈ ഉമ്മ കാണിച്ച സ്നേഹം കാരണം അല്ലാഹു ആ മാതാവിനോടൊപ്പം സ്വർഗം പുൽകാൻ അവർക്ക് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആ മാതാവിന് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. സഹോദരിമാരാരെങ്കിലും, സമയം വളരെ കുറവായതുകൊണ്ട് ഒന്നിനും സമയം ഉണ്ടാവില്ല, നിങ്ങൾ ഇങ്ങനെ പൊന്നോ മറ്റതോ ഒക്കെ ഉമ്മാക്കോ വാപ്പാക്കോ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്കത് സംഘാടകരെ ഏൽപ്പിക്കാം. ബക്കറ്റ് വരുന്നുണ്ട്, ബക്കറ്റിൽ നിങ്ങൾക്ക് നിക്ഷേപിക്കാം, ഒക്കെ ചെയ്യാം. മനസ്സിലായല്ലോ? ബക്കറ്റിൽ ഒക്കെ ചെയ്യാം. ബക്കറ്റൊക്കെ നമ്മളെ സംഘാടകരെല്ലാം കൊണ്ടുപോവാ.
പിന്നെ വേറെ നാട്ടിലൊന്നും സംഭവിക്കണമെങ്കിൽ ഇവിടെ പറയേണ്ട ആവശ്യമില്ലല്ലോ. പിരിച്ചിട്ട് ബക്കറ്റായിട്ട് പോയി പിരിച്ചാൽ കാണാനില്ല. അതിനാണ് ഇങ്ങനത്തെ ഈ മാലയൊക്കെ ഇട്ട് കൊടുക്കുന്നത് സംഘാടകരുടെ കവചത്തിലേ. അതേപോലെ ഇതിന്റെ സംഘാടകരോട് ഞാൻ ഓർമ്മപ്പെടുന്നത്, നിങ്ങൾ എല്ലാ കൊല്ലം നടത്താൻ ഉദ്ദേശിക്കുന്നുവെങ്കിലും മറ്റ് പരിപാടികൾ നടത്തുകയാണെങ്കിലും ഈ നാട്ടിൽ നിന്ന് നാസർക്കൊക്കെ ഇവിടെ ഉണ്ടല്ലോ, പിന്നെ ആരൊക്കെ മഹലിന്റെ ആളുകളുടെ പേര് എനിക്ക് എല്ലാവരും അറിയില്ല, മഹമ്മൂദ് അജിന്റെ എല്ലാവരും ഉണ്ട്, സംസാരിക്കേണ്ടൊക്കെ ഉണ്ട്, ഒക്കെ മഹലിന്റെ ആളുകൾ. നിങ്ങൾ ഈ മഹലിൽ നിന്ന് തന്നെ ഒരു നമ്മളെ പെൺകുട്ടികളുടെ മദ്രസയിലൊക്കെ പഠിക്കണ 9, 10 പഠിക്കുന്ന കുട്ടികളുണ്ടാവും. ആ കുട്ടികളുടെ ഒരു വിങ് നിങ്ങൾ ഉണ്ടാക്കിയാൽ ഇത്തരത്തിൽ പരിപാടി നടക്കുന്ന സമയത്ത് സഹോദരിമാരുടെ അടുത്ത് ലിസ്റ്റ് പോകാനും എഴുതാനും പൊന്നു തരുമ്പ് വാങ്ങാനും ഒക്കെ സൗകര്യം. മാത്രമല്ല അങ്ങനെ ഒന്നുണ്ടാക്കുമ്പോൾ അതൊക്കെ കുറെ ദഅവത്തിന്റെ മേഖലയിൽ നമ്മൾ പല ട്രിക്കുകളും പ്രയോഗിക്കേണ്ട കാലമാണിത് എന്ന് പ്രത്യേകം ഞാൻ ഓർമ്മപ്പെടുത്തും. ഇപ്പൊ ഉമ്മമാരാരെങ്കിലും ഒരു മോതിരം, ഒരു അലീക്കത്ത്, ഒരു വള തന്റെ പ്രിയപ്പെട്ട ഉമ്മാക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ വാതിന്റെ ചെലവ് കഴിഞ്ഞ് ബാക്കിയുള്ളതൊക്കെ നമ്മുടെ ഇതിന്റെ പരിസരത്തുള്ള രോഗികൾ, ചികിത്സിക്കാൻ വകയില്ലാതെ പ്രയാസപ്പെടുന്ന രോഗികൾ, മനുഷ്യന് എത്രയും പെട്ടെന്ന് പാവപ്പെട്ടവനായി പോകുന്ന കാലാണിത്. ഗൾഫിൽ അത്യാവശ്യം നല്ല ജോലിയുള്ള ഒരാൾ 2 കിഡ്നിയും തകരാറിലായി നാട്ടിലേക്ക് വന്നു. 2 മാസം കഴിഞ്ഞപ്പോ ആ വീട്ടുകാരൻ എന്റെ അടുത്ത് വന്നിട്ട് പറയാൻ, ഉസ്താദേ പൈസ ഒക്കെ തീർന്നു പോയി ചികിത്സിച്ചിട്ട്. കണ്ണൂർ സഹചാരിയുടെ ഡയാലിസിസിൽ നിന്ന് ഫ്രീ ആയി എനിക്ക് ഡയാലിസിസ് ചെയ്യുവാനുള്ള ഒരു ഏർപ്പാട് ചെയ്തു തരാമോ എന്ന് എന്നോട് ചോദിച്ചത് ഞാൻ ഓർക്കുകയാണ്. പണക്കാരായ ആളുകൾ പോലും വളരെ പെട്ടെന്ന് പാവങ്ങളായി പോകുന്ന കാലമാണ്. രോഗം ചികിത്സിക്കാൻ വകയില്ലാതെ പണമില്ലാതെ പ്രയാസപ്പെടുന്ന ഈ കാലം, നമ്മുടെ ഇതിൽ നിന്ന് ബാക്കിയാകുന്ന പണം നമ്മൾ ചെലവഴിക്കുന്ന ഒരു ഭാഗം പാവപ്പെട്ട രോഗികൾക്കായിരിക്കും, മരുന്ന് വാങ്ങാൻ, ചികിത്സിക്കാൻ. മറ്റൊന്ന് വിവാഹത്തിന്, പാവങ്ങളുടെ വിവാഹത്തിന് ധനസഹായം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. മൂന്നാമതായി ആഗ്രഹിക്കുന്നത് വീടെടുക്കുന്ന പാവങ്ങൾക്ക് അതിനാവശ്യമായ ഇതിൽ നിന്ന് കിട്ടുന്നതിനൊക്കെ ബാലൻസ് നോക്കിയുള്ള ചെറിയ സഹായങ്ങൾ. വലിയ ബാലൻസ് ആവുകയാണെങ്കിൽ ഏറ്റവും പാവപ്പെട്ട ഒരു മനുഷ്യന് ഒരു വീടെടുത്ത് കൊടുത്തൂടെ? നിങ്ങൾ മുണ്ടാത്ത ഒരു 15 ലക്ഷം ബാലൻസ് ആയി നിൽക്കുക, ഒരു 5 ലക്ഷത്തിന് ഒരു സാധുവായ മനുഷ്യന്റെ വീടെടുത്ത് കൊടുത്തൂടെ? 15 ലക്ഷം ബാലൻസ് ആവും. ബാലൻസ് ആവുന്ന ഈ സദസ്സ് പറയുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ഒരുങ്ങിയാൽ മതി. ചെറുങ്ങനെ കൈ വെച്ചാൽ തെലിങ്ങനൊന്നും കൈ വെക്കണം. അള്ളാഹു ഖൈറാക്കി തെരുമാറാകട്ടെ. എന്ത് ബാലൻസ് ആയാലും നോക്കിയിട്ട് അതിനനുസൃതമായി സംഘാടകർ ചെയ്യും എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അപ്പൊ അതിലേക്കൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. അവസാനത്തിനൊന്നും സമയം കിട്ടാൻ ഇടയില്ല. ഞാൻ അതിനുള്ള സമയം കണ്ട്, അതിന് പുറമെ മഹാനായ പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങളവറുകൾ ഈ വേദിയുടെ ഉദ്ഘാടകനാണ്. മഹാനായ തങ്ങളവറുകളെ എത്തിച്ചേരാനുണ്ട്. എത്തിച്ചേർന്നാൽ അതിനനുസൃതമായി നമ്മൾ തങ്ങളവറുകൾക്ക് ഉദ്ഘാടനത്തിനായി മാറിക്കൊടുക്കും. ഇതൊക്കെ അവിടെ നടക്കാണ്. എല്ലാം 10:50 ആകുമ്പോഴേക്ക് തീരണം. 10:50 ആകുമ്പോഴേക്ക് എല്ലാം തീർന്നാലേ എനിക്ക് എന്റെ മട്ടന്നൂരിൽ എത്താൻ പറ്റുള്ളൂ. അല്ല എങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ചോദിച്ചാൽ തൽക്കാലം ഒരു ജോലി പടയുടെയും തരേണ്ടി വരും. യൂസുഫാജി, അപ്പൊ ആ കാര്യം ഞാൻ പ്രത്യേകം നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. തമാശ പറഞ്ഞതാണ്. നമ്മൾ നേരെ വിഷയത്തിലേക്ക് കടക്കുന്നു. വാട്സപ്പും ഫേസ്ബുക്കും പിന്നെ ഞാനും എന്നാണ് നമ്മുടെ വിഷയം. ഈ വിഷയം ചർച്ച ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയ പ്രയാസം എന്താണെന്ന് വെച്ചാൽ, വളരെ പ്രായമുള്ള മനുഷ്യന്മാർ ഈ സദസ്സിലുണ്ടാവും. അവർക്ക് ഞാൻ മനസ്സിലാക്കുന്നത് ഫേസ്ബുക്കും വാട്സപ്പും എന്താന്ന് ചിലപ്പോൾ തിരിഞ്ഞോളന്നില്ല. ഞാനങ്ങനെ മനസ്സിലാക്കാണ്. പക്ഷേ തിരിഞ്ഞവരെക്കാളും ചെറുപ്പക്കാരെക്കാളും തിരിഞ്ഞോലും ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ വായിച്ച, നമ്മൾ അറിഞ്ഞ ഒരു സംഭവം നിങ്ങളുടെ മനസ്സിലുണ്ടാവല്ലോ. എല്ലാ ദിവസവും ഒരിക്കൽ ഒരു ഫോണിലേക്ക് ഒരു മിസ് കോൾ വന്നത്, ബന്ധമായി എല്ലാ ദിവസവും രാത്രി 1 മണിക്കൂർ 1.5 മണിക്കൂർ അവർ തമ്മിൽ സംസാരിക്കും. ഒന്ന് കണ്ണൂർ ജില്ല, എന്ത് കോഴിക്കോടാണോ കണ്ണൂരാണോ? കണ്ണൂർ ജില്ലയാണ് ഒന്ന്, നമ്മളെ ജില്ല തന്നെ. മറ്റൊന്ന് എറണാകുളത്ത് നിന്നാണ് മിസ് കോൾ വന്നത്. പിന്നെ അത് നിരന്തരം ബന്ധമായി, സംസാരമായി, ഗാഢമായ ബന്ധമായി. അവസാനം ബിടെക് എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന ഈ വിദ്യാർത്ഥിനിക്ക് തന്റെ പ്രേമഭാജനത്തെ കാണണം എന്നായി. ഫേസ്ബുക്കും
വാട്സപ്പും എന്ന വിഷയം നമ്മൾ സംസാരിക്കുമ്പോൾ ആദ്യം തന്നെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, മനുഷ്യ സമൂഹത്തിന് ലഭിച്ച നേട്ടങ്ങൾ മനുഷ്യൻ എന്തിനുപയോഗപ്പെടുത്തുന്നു എന്ന് ചിന്തിപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഈ വിഷയം പ്രായമുള്ള ആളുകൾക്ക് ഞാൻ അത് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റാവുന്ന രീതിയിൽ ഈ ചർച്ച കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്യും. ഇന്നലെയും എന്നോട് ഒരാൾ പറഞ്ഞു, ഈ ജാതി വിഷയമൊക്കെ ഒഴിവാക്കിയിട്ട് പഴയ വിഷയം പറയണം എന്ന് പറയുന്നുണ്ട്. ഇവിടെ നിന്നല്ലേട്ടോ, വേറെ നാട്ടിൽ. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, ഫേസ്ബുക്കും വാട്സപ്പും എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കേണ്ടത് ദീനാണ്. ഖുർആൻ അത് പറഞ്ഞിട്ടുണ്ട്. ഹബീബായി നബിയുനാ വ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 14 നൂറ്റാണ്ട് മുമ്പ് ഉപയോഗിക്കേണ്ട രീതിയും നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പറയണം, എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റാവുന്ന രീതിയിൽ പറയാൻ ശ്രമിക്കും. ഞാൻ പറയുന്നത് ചിലപ്പോൾ നമ്മളെക്കാളൊക്കെ കൂടുതൽ പഠിച്ച് മനസ്സിലാക്കിയ പ്രായമുള്ള ആളുകളും വയസ്സന്മാരും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എല്ലാ ദിവസവും 1.5 മണിക്കൂർ 1 മണിക്കൂർ രാത്രി സംസാരിക്കും. അവസാനം ഈ ബിടെക് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനിക്ക് തന്റെ പ്രേമഭാജനത്തെ കണ്ടേ മതിയാകൂ എന്ന അവസ്ഥയായി. പരീക്ഷയ്ക്ക് പഠിച്ചിട്ടൊന്നും മണ്ടേ കയറുന്നില്ല. വായിക്കുമ്പോഴൊക്കെ ഈ പ്രേമഭാജനം കൺമുമ്പിൽ ഇങ്ങനെ വന്നു നിൽക്കാം. അവസാനം അവൾ തീരുമാനിച്ചു, ഒന്ന് കണ്ടുകളയാം. അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ കാണാൻ അതിയായ താല്പര്യമുണ്ട്, വിവാഹം നമുക്ക് പിന്നീട് നിശ്ചയിക്കാം, കണ്ടാലേ എനിക്ക് എന്റെ പഠനമൊക്കെ ഒന്ന് നല്ല രീതിയിൽ പര്യവസാനിപ്പിക്കാൻ പറ്റൂ. അയാൾ ചോദിച്ചു, ഞാൻ അങ്ങോട്ട് വരണോ നീ ഇങ്ങോട്ട് വരണോ? അവൾ പറഞ്ഞു, ഞാൻ അങ്ങോട്ട് വരാം. അവൾ വണ്ടി കയറി കണ്ണൂർ ജില്ലയിലെ ഏതോ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. അങ്ങനെ പറയലാ നല്ലത്. ഏതോ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി അവൾ ആ സ്ഥലത്തെത്തി. അവല് സുബൈക്കുണ്ട് ഒരു പെണ്ണ് ബസ് സ്റ്റാൻഡിൽ. ആ നാട്ടിലെ ഓട്ടോ ഡ്രൈവർമാർ നല്ലവരായതുകൊണ്ട് പോലീസിൽ വിവരം കൊടുത്തു. പോലീസ് വന്ന് ഇയാളെ പൊക്കി സ്റ്റേഷനിൽ കൊണ്ടുപോയി. പോലീസ് ചോദിച്ചു, എന്താ ഇത്ര പ്രഭാതത്തിൽ ഇവിടെ, എവിടുന്ന? ഒറ്റക്ക്. അപ്പൊ പറഞ്ഞു, സാർ ഞാൻ ഇന്നാലിന്റെ സ്ഥലത്ത് വരാം, നിങ്ങളുടെ സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട ഒരാളെ ഞാൻ പ്രേമിക്കുന്നുണ്ട്. പെണ്ണിന് ലജ്ജ പോയ കാലം. ഹബീബായി നബിയുനാ വ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചല്ലോ, പെണ്ണിന്റെ സൗന്ദര്യം ലജ്ജയാ. ഈ പെണ്ണ് പറഞ്ഞു, പണ്ടത്തെ പെണ്ണാണ് പറയില്ല. ഈ പെണ്ണ് നേരെ സാറോട് പറഞ്ഞു, സർ അങ്ങയുടെ സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട ഒരാൾ എന്റെ പ്രേമഭാജനമാണ്, അയാളെ കാണാൻ വന്നതാണ്. പരീക്ഷ എടുത്തു, വായിച്ചിട്ടൊന്നും തലയിൽ കയറുന്നില്ല, അയാളൊന്ന് കണ്ടാ മനസമാധാനം ഒന്ന് കരുതി വന്നതാണ്. പോലീസ് പഴയ കാലത്തെ പോലീസുമാരി ഇല്ലല്ലോ. പഴയ കാലത്തെ പോലീസാണ് ഞെട്ടിക്കും. ഇപ്പോഴത്തെ പോലീസ് ജനകീയ പോലീസാണ്. ഇന്നും നിങ്ങൾ കണ്ടില്ലേ, ശരിക്കും പഞ്ചായത്തിൽ ഉത്തരവാദിത്തം ഉണ്ടാവും. ശരിക്കും കൈകാര്യം ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ ആത്മഹത്യ ഉണ്ടാവും, അതിനൊക്കെ സാധ്യതയുണ്ട്. ആത്മഹത്യയൊക്കെ പഞ്ചായത്തിലും നടക്കാൻ സാധ്യതയുണ്ട്. കാലം അങ്ങനെയാണ്. ഏതായാലും പോലീസ് അതുകൊണ്ട് തന്നെ ജനമൈത്രി പോലീസാണ്. നല്ല ലോലമായി പെരുമാറും. പോലീസ് പറഞ്ഞു, അങ്ങനെയാണല്ലേ, എന്നാ നിങ്ങൾക്ക് കാണാനുള്ള സൗകര്യം ചെയ്തു തരാം. ആളെ നമ്പർ ഉണ്ടോന്ന് ചോദിച്ചു. നമ്പർ കൊടുത്തു. നമ്പർ പോലീസ് വിളിച്ചിട്ട് അയാളോട് പറഞ്ഞു, നിങ്ങൾ ഒരാൾ തെരഞ്ഞു വന്നിട്ടുണ്ട്, ഒന്നിവിടെ വരാമോ എന്ന് ചോദിച്ചു. അപ്പൊ ഇയാൾക്ക് തോന്നി എന്തോ ഇങ്ങോട്ട് കിട്ടാനുള്ള വിളിയാണല്ലോ, നിങ്ങളൊക്കെ ഒന്ന് വരാമോ, നിങ്ങൾ ഒരാൾ അന്വേഷിച്ചു വന്നിട്ടുണ്ട്. ഒരു മയത്തിലാ പറഞ്ഞു. അപ്പൊ ഇയാൾക്ക് തോന്നി കാര്യമായി ആരോ കാത്തിരിക്കുകയാണ്. ഇയാൾ വേഗം കുളിച്ചു മാറ്റി പോലീസ് സ്റ്റേഷനിലെത്തി. പോലീസുകാരനോട് പറഞ്ഞു, സർ അങ്ങ് അന്വേഷിച്ച ആള് ഞാനാണ്. അപ്പൊ പോലീസുകാരൻ ഇത് മറന്നു വീണു. അല്ല സർ, അങ്ങ് ഇപ്പൊ വിളിച്ചിട്ട് ആരോ ഇവിടെ തെരഞ്ഞു വന്നിട്ടുണ്ട്, നിങ്ങളൊന്ന് ഇവിടെ വരണമെന്ന് പറഞ്ഞില്ലേ, ആ ആള് ഞാനാന്ന്. ഇത് പറഞ്ഞു തീർന്നില്ല. പോലീസുകാരന്റെ തൊട്ടടുത്തുണ്ടായിരുന്ന പെൺകുട്ടി ബോധരഹിതയായി വീണു. അപ്പൊ എന്താ, 1 കൊല്ലം ഞാൻ പ്രേമിച്ചതും രാത്രി സംസാരിച്ചതും 68 വയസ്സുള്ള തണ്ടയോടാണ് എന്ന് 23 വയസ്സുള്ള കുട്ടി അറിയുന്നത് 1 കൊല്ലത്തിന് ശേഷമാണ്. വാട്സപ്പും ഫേസ്ബുക്കും ഞാനും എന്ന വിഷയം പറയുമ്പോൾ പത്രകോളത്തിൽ നമ്മൾ ഈ വായിച്ച സംഭവം ഞാൻ എടുത്തു പറയാൻ കാരണം, ആധുനിക ലോകത്ത് നമ്മുടെ മുമ്പിൽ വന്ന പുരോഗതികൾ മനുഷ്യ സമൂഹത്തെ കൊണ്ടുചെന്നെത്തിച്ചിരിക്കുന്ന അപകടകരമായ മേഖല ഏത് എന്ന് നിങ്ങൾ ഓർമ്മപ്പെടുത്തുവാനാണ്. മനുഷ്യൻ ഒരുപാട് പുരോഗതി നേടിക്കഴിഞ്ഞു. ഒരു 100 കൊല്ലം മുമ്പ് മരിച്ചുപോയ ആരെങ്കിലും ഈ ഖബറിസ്ഥാനിൽ നിന്ന് എഴുന്നേറ്റ് വന്നാൽ അയാൾക്ക്
താൻ ജീവിച്ച ലോകത്താണോ ഞാനുള്ളതെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം ലോകം മാറിപ്പോയിട്ടുണ്ട്. എന്തിനേറെ ഒരു കാലത്തെ തലക്ക് മീതെ പറന്നു പോകുന്ന പക്ഷിയെ നോക്കി, പക്ഷി എന്നെപ്പോലെ പറക്കാൻ എനിക്കും കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിരുന്ന മനുഷ്യൻ, ആ മനുഷ്യനെ നോക്കി പക്ഷികൾ ഇന്ന് അസൂയപ്പെടുകയാണ്. പക്ഷികളെക്കാൾ 10 മടങ്ങ്, 1000കണക്കിന് മടങ്ങ് വേഗതയിൽ പറക്കാൻ ആധുനിക മനുഷ്യൻ പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. എന്തിനേറെ ശബ്ദവേഗതയിൽ പറക്കാൻ മനുഷ്യനെന്ന് പഠിച്ചു കഴിഞ്ഞു. ഇനി ശാസ്ത്രം ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പ്രകാശവേഗതയിൽ മനുഷ്യന് സഞ്ചരിക്കാൻ കഴിയുമോ എന്നാണ്. പ്രകാശവേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുമോ എന്ന പഠനം നടക്കുകയാണ്. ഒരുപക്ഷെ 2030, 40, 50 ആകുമ്പോഴേ ഒരു വസ്തുവിന് പ്രകാശവേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുമെന്ന് ശാസ്ത്രം കണ്ടെത്തിക്കൂടായികയില്ല. കണ്ടെത്തിയാൽ ഹദീസും ഖുർആനും ഒന്നും അംഗീകരിക്കാത്ത ശാസ്ത്രത്തിന് പോലും ഹബീബായി നബിയുനാ മുഹമ്മദ് മുസ്തഫ ചൊല്ലണം സ്വലാത്ത് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇസ്രാഉം മിഅ്റാജും അംഗീകരിക്കേണ്ടി വരും. ലൈലൻ സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി. ലൈലൻ ലൈലൻ അല്ലാത്തൊരു പ്രയോഗമാണ് ഖുർആനിന്റെ പ്രയോഗം. ലൈലൻ ലൈലൻ രാത്രിയുടെ ഒരല്പനേരം കൊണ്ട് പ്രപഞ്ചത്തിന്റെ ഒട്ടുദിക്കിലും കടന്നുപോയി അള്ളാഹുവിന്റെ സന്നിധിയിൽ പോയി ഹബീബായി നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരിച്ചു പോന്നതോ പ്രകാശവേഗതയിലായിരുന്നു അള്ളാഹുവിന്റെ ഹബീബിന്റെ സഞ്ചാരമെന്ന് തെളിയിക്കപ്പെട്ടാൽ അള്ളാഹുവിന്റെ ഹബീബ് പ്രകാശം കൊണ്ട് നിർമ്മിതമായ ബുറാഖ് എന്ന വാഹനത്തിന്റെ മുകളിലാണ് അള്ളാഹുവിന്റെ ഹബീബ് യാത്ര ചെയ്തത്. പ്രകാശവേഗതയിൽ ഒരു വസ്തുവിന് സഞ്ചരിക്കാൻ കഴിയുമെന്ന് ശാസ്ത്രം തെളിയിച്ചാൽ ശാസ്ത്രത്തിന് തന്നെ ഇത് അംഗീകരിക്കേണ്ടി വരും. മുഅ്മിനീങ്ങളായ നമ്മൾ തെളിയിക്കപ്പെട്ടാലും ഇല്ലെങ്കിലും നമ്മൾ അചഞ്ചലമായി ഇസ്രായിലും മിഅ്റാജിലും വിശ്വസിക്കുന്നവരാണ്. അല്ലാഹു ഈമാൻ രൂഢമൂലമാക്കി തരട്ടെ. ഞാൻ പറഞ്ഞത് ഒരു വസ്തുവിന് പ്രകാശവേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുമോ? പഠനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ചിന്തിച്ചു നോക്ക്, 2040 ആകുമ്പോൾ വിവാഹത്തിന്റെ അവസ്ഥ എന്താകും? 2040 മംഗലെങ്ങനെയെന്ന് ഒരു ചർച്ച ഉണ്ടായിരുന്നു. 2040 മംഗലെങ്ങനെ? ഇപ്പോഴത്തെ മംഗലെങ്ങനെ? ഇപ്പോഴത്തെ മംഗല നിശ്ചയം എങ്ങനെയാണ്? വാട്സപ്പ്, ഫേസ്ബുക്ക് വരണം. ഞാൻ വേഗം വിഷയത്തിലേക്ക് കടക്കുകയാണ്. വലിയ സമയം നമ്മുടെ മുമ്പിലില്ലാത്തതുകൊണ്ട് ഞാൻ അവിടുന്നും ഇവിടുന്നൊക്കെ 4-5 കാര്യം എടുത്തു പറയും. ഇനി നമുക്ക് അവസരം ഉണ്ടായ ഈ പരിസരത്ത് എവിടെയെങ്കിലും ഒരു അവസരം ഉണ്ടായി ഇതേ വിഷയം നമ്മളൊന്ന് ഗഹനമായി ചർച്ച ചെയ്യും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇന്ന് വെള്ളിയാഴ്ചയാണ് എന്നതുകൊണ്ട് എന്നോട് നിങ്ങൾ ക്ഷമിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുന്നു. വാട്സപ്പും ഫേസ്ബുക്കും എന്ന നമ്മുടെ വിഷയം. പിന്നെ ഞാനും ശ്രദ്ധിക്കണം, 2040 വിവാഹം എങ്ങനെയാവും? ഒരു ചർച്ച 2040 വിവാഹം എങ്ങനെ എന്ന് ഊഹിച്ചെഴുതാനായി ഒരു വിഭാഗം ആളുകൾക്ക് ഒരു മത്സരം കൊടുത്തു. ഞാൻ അതിൽ ഏറ്റവും നന്നായി ചെയ്ത ഒന്ന് ഞാൻ വായിച്ചിട്ട് ഞാൻ കുറെ നേരം ഇങ്ങനെ ഇരുന്നു, കുറച്ച് ചിരിച്ചു പോയി. 2040 വിവാഹം. ഞാൻ ചോദിക്കട്ടെ, ഇന്നത്തെ വിവാഹമോ കഴിഞ്ഞ കാലഘട്ടത്തിലെ വിവാഹമോ? ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിരിക്കുമത്രേ 2040. ഭാര്യ ഭർത്താക്കന്മാരാകാൻ പോകുന്ന ആളുകൾ പരിചയപ്പെട്ടത് എങ്ങനെയാണ്? പരിചയപ്പെട്ടത് ഈ ഫേസ്ബുക്കിലൂടെ അല്ലെങ്കിൽ വാട്സപ്പിലൂടെ. അത് 2040 ആകുമ്പോ ഫേസ്ബുക്കും വാട്സപ്പും ഒന്നുമല്ല, പേര് നമുക്ക് തിരിയാത്തതുകൊണ്ട് ഇതിന്റെ വേറെ ഏറ്റവും പുരോഗമിച്ച ഒരു സംവിധാനം ഞങ്ങൾ മനസ്സിലാക്കണ്ടേ. അന്ന് പേരിടുക എന്താവുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഏതായാലും പരിചയപ്പെടുന്നത് ഒരാൾ ഭാര്യ തിരുവനന്തപുരത്തെ ടെക്നോ പാർക്കിൽ ജോലി ചെയ്യുന്ന ആളാണ്. ഭർത്താവ് ചൊവ്വയിലെ എഞ്ചിനീയറാണ്. ഭാര്യയാകാൻ പോകുന്ന ഇവിടെ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ് തിരുവനന്തപുരത്തെ ടെക്നോ പാർക്കിലെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. രണ്ടുപേരും തമ്മിൽ പരിചയപ്പെട്ടത് നെറ്റ് മുഖേനയാണല്ലെങ്കിൽ ഏറ്റവും വലിയ ഇൻഫർമേഷൻ സംവിധാനം മുഖേനയാണ്. ജോലി കഴിഞ്ഞ് മേശപ്പുറത്തിരിക്കും രണ്ടാളും. അല്ലേ? അധിക കുട്ടികളൊന്നും ഇങ്ങോട്ടാണ് നോക്കുക.
എപ്പോഴും പോലെ നോട്ടം കേട്ടാ അധിക കുട്ടികളും ഈ ജാതി മണ്ട ഫോണ് ചിലപ്പോ എന്റെ അടുത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. 3G ഫോൺ കുഞ്ഞുമക്കളുടെ കയ്യിൽ പോലും 3G ഫോണാണ്. കുഞ്ഞുമക്കളുടെ കൈകളിൽ പോലും 3G സംവിധാനമുള്ള ഫോണാണ്. എപ്പോഴും ഇങ്ങോട്ടാ നോക്കുക. അന്ന് മനുഷ്യൻ 24 മണിക്കൂറും സ്ക്രീനിന്റെ മുന്നിലാവും. അങ്ങനെയാണ് അവർ പരിചയപ്പെട്ടത്. പരിചയപ്പെട്ട് അവർ കല്യാണമൊക്കെ കഴിക്കാൻ ഓലെന്നെ തീരുമാനിച്ചു. എന്നിട്ടോ പിന്നെ അവരെന്ത് ചെയ്തു? ഇല്ല, മെമ്മറി ഒന്നുമില്ല. മെമ്മറി ഞമ്മക്ക് തന്നെ ഉള്ളത് എന്നൊരു മെമ്മറി ഉണ്ട്. മെമ്മറി ഒന്നുമില്ല. അല്ലാഹുവിന്റെ ഹബീബ് എന്തേ ഇങ്ങനെ അവരെ പരിചയപ്പെട്ടത് തന്നെ ഇങ്ങനെയാണ്. മേശപ്പുറത്ത് നിന്ന് പരിചയപ്പെട്ടതാണ്. വിവാഹം കാണാൻ പോവുക എന്ന ചടങ്ങുണ്ടാവുകയില്ല. ശ്രദ്ധിക്കണം. 2040 ആകുമ്പോൾ ഭാര്യ ഭർത്താവ് കാണുക എന്ന ചടങ്ങുണ്ടാവുകയില്ല വിവാഹത്തിനും. കാരണം എന്താ? ഓലൊക്കെ ഇതിൽ കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ ഇതിനെ കാണുന്നു എല്ലാം അവർ കഴിഞ്ഞതിന് ശേഷം. എന്തിനേറെന്നറിയോ? ഞാൻ നിങ്ങളോട് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ തിരുവനന്തപുരത്തെ ടെക്നോ പാർക്കിൽ പുതിയ ഒരു ഓപ്ഷൻ ഇതാ ലോഞ്ച് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. എന്താ? പുതിയൊരു സംവിധാനം അപ്ലൈ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. എന്താണ് ആ സംവിധാനം? എത്ര ദൂരത്തിരിക്കുന്ന ആളുകളെയും ചുംബിക്കാൻ പറ്റാവുന്ന സംവിധാനം. മൊബൈൽ ചുംബിക്കാം. പ്രിയപ്പെട്ട ഭർത്താവിനെ ദുബായിൽ ജോലി ചെയ്യുന്നതിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് 1.5 കൊല്ലമായി പോയിട്ട് ഭർത്താവിനൊരു മുത്തം കൊടുക്കണോ ഭാര്യക്ക് തന്റെ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റാവുന്ന പുതിയൊരു ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ ചിന്തിക്കണം, ഇത് വന്നാൽ ഗുണത്തിലേറെ ദോഷമാകുമോ? വളരെ ഗൗരവപൂർവ്വം നമ്മൾ ആലോചിക്കേണ്ടതാണ്. വളരെ ഗൗരവപൂർവ്വം നമ്മൾ ചിന്തിക്കേണ്ടതാണ്. നിങ്ങൾ ആലോചിക്കണം. ഇപ്പോ ഇതെന്റെ ഭാര്യ, പ്രിയപ്പെട്ട ഭാര്യ പ്രസവിച്ചിരിക്കുകയാണ്. തന്റെ കുഞ്ഞുമോൾക്കൊരു ചുംബനം കൊടുക്കാൻ 35,000 ടിക്കറ്റിന് ചെലവാക്കിയിട്ടാണ് അവൻ റീ എൻട്രിയിൽ നാട്ടിൽ വരുന്നത്. എന്നാൽ ഈ ആപ്ലിക്കേഷൻ വരുന്നതോടുകൂടെ പ്രസവിച്ചു കിടക്കുന്ന തന്റെ ഭാര്യയുടെ ചാരത്തുള്ള കുഞ്ഞുമോൾക്കൊരു ചുംബനം കൊടുക്കാൻ ലോകത്തിന്റെ ഏത് ദിക്കിൽ നിന്നും കഴിയാവുന്ന ഒരു പുതിയ ആപ്ലിക്കേഷൻ വരാൻ പോവുകയാണ്. വിവരം നിങ്ങൾ അറിഞ്ഞോ എന്നറിയില്ല. അത് വന്നാൽ സമൂഹം ഇന്നുള്ളതിനേക്കാൾ ഏറെ അപകടത്തിലേക്ക് കൂപ്പുകുത്തുമോ എന്ന് ചിന്തിക്കേണ്ടതാ. വളരെ ഗൗരവമായൊരു വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഏതായാലും 2040 വിവാഹം എങ്ങനെയാവും? അപ്പോൾ തമ്മിൽ അവിടെ തന്നെ കണ്ട ചൊവ്വേന് ഭർത്താവ് ഭാര്യയാവാൻ പോകുന്ന ആൾ കണ്ടു, ഭാര്യയെ ഭർത്താവ് ഭൂമിയിൽ നിന്നും കണ്ടു. ഭാര്യ ഭർത്താവിനെ കണ്ടു. ഓനെന്നെ നിശ്ചയിച്ചു കല്യാണമൊക്കെ, നമുക്ക് കല്യാണമാവാം. എന്നിട്ട് പിന്നെ അവർ തീരുമാനമൊക്കെ പ്രഖ്യാപിച്ചതിന് ശേഷം ഒരു എന്താ പറയാ, ഒരു ടച്ച്. ഞാനതിന് പറയാ തോണ്ടാന്ന. നാസർക്ക ടച്ച് എന്ന് പറഞ്ഞോണ്ടല്ലേ ഞാൻ തോണ്ടാന്ന്. കാരണം തോണ്ടലാണ്. തോണ്ടി എവിടെയൊക്കെ തോണ്ടണ്? റഹമുറാഹിമീനായ റബ്ബേ, ഉമ്മത്തിന് നീ ബോധം നൽകണേ അല്ലാ. ഒരു ക്ലിക്ക്. അപ്പോഴേക്ക് തന്റെ അച്ഛൻ, അമ്മ, ജേട്ടൻ, അനുജൻ, സഹോദരൻ എല്ലാവരുടെയും ഫോണിലേക്ക് മെസ്സേജ് വന്നു. എന്താ? പൊന്നു അച്ഛൻ അപ്പഴാ അറിയുന്നത് മോന് കല്യാണം കഴിക്കാൻ പോകണം ഞങ്ങളെ. ഒരു ക്ലിക്ക്. ആ സമയത്ത് എല്ലാവരും വിവരമറിഞ്ഞു. കുടുംബക്കാരൊക്കെ അടുത്ത സെക്കൻഡിൽ ലേക്ക് അടിച്ചു. ലേക്ക് എന്നൊരു പരിപാടിയുണ്ട്. എല്ലാവരും ലേക്ക് അടിച്ചു. ലേക്ക് അടിച്ചപ്പോൾ കുടുംബത്തിലെ എല്ലാ ആളുകളുടെയും ലേക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. അടുത്തത് നിശ്ചയമാണ്. നിശ്ചയം എവിടെന്നാ? എല്ലാവരും എവിടെയുള്ളത് അവിടുന്ന് നിശ്ചയം. നിശ്ചയത്തിന് ഒരുമിച്ച് കൂടൊന്നുമില്ല. അപ്പൊ കാരണവന്മാരുടെ സ്ഥാനമൊക്കെ നഷ്ടപ്പെടാൻ പോവുകയാണ്. ഇവിടെ നിന്നില്ല ആ സംവിധാനം. വലിയ കാരണവർ വരും അല്ലേ? കണ്ണൂർ ജില്ലയിൽ ഒരു സമ്പ്രദായം ഉണ്ട്. കണ്ണൂരുണ്ടല്ലോ നിങ്ങള്? അതിനിവിടെ മറ്റേ സമ്പ്രദായം കൊണ്ട് ഉണ്ടായിക്കോണമെന്നില്ല. എന്തേ? നിശ്ചയത്തിന് വീട്ടിൽ ചെന്ന എല്ലാവരും വന്നിരുന്ന് ജ്യൂസൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ ചോദിക്കും, വലിയൊരാൾ വന്നിട്ട് ചോദിക്കും, അല്ല കുറെ ആളും പാളിയും കാണും, നിങ്ങൾ എന്തിനാ വന്നു ചോദിച്ചു. പണ്ടൊരാൾ അങ്ങനെ മലപ്പുറത്തുനിന്ന് ഒരു ഉസ്താദ് കണ്ണൂർ ജില്ലയിൽ ജോലി ഏറ്റതാ. ഈ ഭാഗത്തല്ലട്ടോ, അവിടെ പുല്ലുക്കരല്ലേ, അങ്ങോട്ട് ജോലി ഏറ്റതാ. ഉസ്താദിന് ആദ്യമായിട്ട് കണ്ണൂർ ജില്ലയിൽ പരിചയമില്ല. സെക്രട്ടറി വന്നിട്ട് പറഞ്ഞു, ഉസ്താദെ അടുത്ത ആഴ്ച ഒരു നിശ്ചയമുണ്ട്, നമുക്ക് പോവാണ്ടെന്നൊക്കെ പറഞ്ഞു. നിശ്ചയം വലിയ പ്രാധാന്യമാണ്. ഉസ്താദ് പോയി. ഭാര്യ, വീട്ടുകാരെല്ലാം കുടുംബക്കാരൊക്കെ ഭർത്താവിന്റെ വീട്ടിൽ ചെന്നു. എല്ലാവരും അവിടെ ഇരുന്നു. വെള്ളമൊക്കെ കൊടുത്തതിന് ശേഷം വലിയൊരു മനുഷ്യൻ ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് ചോദിച്ചു, അല്ല കുറെ ആളിമ്പാളിയും കാണുന്ന ഇവിടെ എന്തിനാ നിങ്ങൾ വന്നോന്ന് ചോദിച്ചു.
അതിൽ ഈ ഉസ്താദിന്റെ ദേഷ്യം പിടിച്ചു. ഉസ്താദ് നീ ചെന്ന് സെക്രട്ടറിനോട് ചോദിച്ചു, നിങ്ങൾ ആളെ വഷളാക്കുക, നിങ്ങൾ ഇവരോട് വിവരം പറഞ്ഞിട്ടില്ലെന്ന് ചോദിച്ചു. ഉസ്താദ് പറഞ്ഞു, സെക്രട്ടറി പറഞ്ഞു, ഉസ്താദ് ഇരിക്കി, അത് ഇവിടുത്തെ ഒരു സമ്പ്രദായമാണ്. കാരണവരാണ് ആ ചോദ്യം ചോദിക്കാറുള്ളത്. 2040 ആകുമ്പോൾ കാരണവർക്ക് സ്ഥാനമില്ല. എവിടെയുള്ള അവിടെ തന്നെ നിശ്ചയിക്കാം. എന്തേ അടുത്ത് ഏപ്രിൽ 16 പറ്റുമോ? എല്ലാവരും അവനവന്റെ സ്ക്രീനിന്റെ മുമ്പിലിരിക്കാം. ഒരാൾ പറഞ്ഞു, രണ്ടാമത്തെ കാരണവർ പറഞ്ഞു, എന്റെ ഭാര്യ കുടുംബത്തിൽ അന്നൊരു കല്യാണമുണ്ട്. എല്ലാവരും കൂടിയിരുന്ന് തീരുമാനിക്കുന്നു. എന്നിട്ട് രസമതമല്ല, ഇവരുടെ അച്ഛനാണെങ്കിലോ, ഇവരുടെ അച്ഛൻ ബുധനിൽ ചായക്കട നടത്തുകയാണ്. ബുധനിൽ ചായക്കട. 2040 ആകുമ്പോ നമ്മളിത് കേൾക്കുമ്പോ ചിരിക്കുക. ശാസ്ത്രം എവിടെ എത്തും എന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ദുബായിൽ വെച്ച് ഒരു 200 കൊല്ലം മുമ്പ് ജീവിച്ച ആളുകളോട് പറയുകയാ, ദുബായിൽ വെച്ചായിരിക്കും എന്റെ മകളുടെ കല്യാണം എന്ന് പറഞ്ഞാ വിശ്വസിക്കാൻ പറ്റുമായിരുന്നോ? നിങ്ങൾ ആലോചിക്കണേ. ഇന്നലെ രാവിലെ ഇംഗ്ലണ്ടിലുള്ള ആൾ ഇന്ന് കോഴിക്കോട്ടും നാളെ മലേഷ്യയിലും മറ്റന്നാൾ ഓസ്ട്രേലിയയിലും മനുഷ്യൻ ഭൂമിയിൽ തന്നെ അവന്റെ കൈപ്പിടിയിൽ ഒതുക്കി നിർത്തിയിരിക്കുകയാണ്. ഇവരുടെ അച്ഛൻ ബുധനിലാണ്, അപ്പൊ അമ്മ ശുക്രനിലാണ്. അമ്മ ശുക്രനിൽ സീപ്പർ ജോലിയാണ്. അവരൊന്നും നിശ്ചയത്തിന് വന്നിട്ടില്ല. എല്ലാവരും എന്താ ഞാൻ പറഞ്ഞേ, വയസ്സന്മാർക്ക് ഇത് തിരിയോ? കുറച്ച് കഴിഞ്ഞാൽ വയസ്സന്മാരൊക്കെ അതിന്റെ ആൾക്കാരാവും. എല്ലാവരും സ്ക്രീനിന് മുമ്പിലായിരിക്കുമെന്ന എന്താണ് ശാസ്ത്രത്തിന്റെ നിഗമനം? എന്തിനേറെ എല്ലാം മനുഷ്യനിതിലൂടെ നേടിയെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രമാത്രം ശാസ്ത്രത്തിന്റെ പുരോഗതി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ ആലോചിക്കണേ, വിശുദ്ധ ഇസ്ലാം ഇതിനെതിരാണോ? ഒരിക്കലുമല്ല. ചോദിക്കട്ടെ ഞാൻ നിങ്ങളോട്, ഒരു 20 കൊല്ലം മുമ്പ് വരെ അല്ലേ, ഇവിടുന്ന് ഗൾഫ് പോയ ആളുകളുണ്ടല്ലോ, 30 കൊല്ലം മുമ്പ് നിങ്ങൾ ഗൾഫിൽ പോയാൽ സ്ഥിതി എന്താ? ഗൾഫിൽ പോയാൽ നാട്ടിലേക്ക് തങ്ങളുടെ വിവരമറിയിക്കണോ? കത്തെഴുതണം. ഗൾഫിൽ പോയ പ്രിയപ്പെട്ട മോന്റെ വിവരമറിയാൻ കാത്തിരിക്കുന്ന മാതാവ് 10 ദിവസം കഴിയുമ്പോഴാ തന്റെ മകൻ എന്തായി എന്ന വിവരമറിയുന്നത്. അത് 10 ദിവസത്തെ മുമ്പുള്ള വിവരം ഉമ്മ അറിയണുള്ളൂ. 10 ദിവസം മുമ്പുള്ള വിവരമേ ഉമ്മാക്ക് അറിയുന്നുള്ളൂ. ഞാൻ ഓർക്കുന്നു, ചമ്മാട് ദാറുൽ ഇസ്ലാമിക് അക്കാദമിയിൽ ഞാൻ പഠിക്കുമ്പോൾ 10-20 കൊല്ലത്തെ പഴക്കമേ ഉണ്ടാകൂ. എന്റെ പ്രിയപ്പെട്ട സ്നേഹനിധിയായ മാതാവ്, എന്റെ 3ാമത്തെ ചേട്ടൻ ഗൾഫിൽ പോയി. അല്പം കഷ്ടപ്പാടായിരുന്നവിടെ. കത്ത് വന്നാൽ ആ കത്തെടുത്തു വെക്കും പാവം ഉമ്മ. എന്റെ സ്നേഹനിധിയായ പ്രിയപ്പെട്ട മാതാവ്, കണ്ണിന് കാഴ്ച കുറവാ. അതേപോലെ 3ാം ക്ലാസ് വരെ സ്കൂളിൽ പോയിട്ടുള്ളൂ. അക്ഷരങ്ങളൊക്കെ ഒപ്പിച്ചു വായിക്കും. എന്നാലും ഉമ്മ വായിച്ചു മനസ്സിലാക്കും. എന്നാലും സംതൃപ്തി വരാത്തത് കൊണ്ട്, ഞാൻ വായിച്ചതൊക്കെ പൂർണ്ണമായി ശരിയാണോ എന്ന സംതൃപ്തി വരാത്തത് കൊണ്ട് കത്തെടുത്ത് കാത്തിരിക്കും. ഒരു മാസാന്ത ലീവിൽ ഞാൻ വരുമ്പോൾ കത്തെടുത്തിട്ട് എന്നോട് പറയും, മോനൊന്ന് വായിക്കും, ഇക്കാക്കാന്റെ വിവരമെന്നറിയാനാൻ. ഞാൻ ചോദിക്കട്ടെ, ഈ ഇരിക്കുന്ന സദസ്സിൽ അങ്ങനെയുള്ള എത്ര ഉമ്മമാരുണ്ട്? ഇന്ന് വല്ല കത്തും നമ്മുടെ വീട്ടിലേക്ക് വരാറുണ്ടോ? ഇന്ന് വല്ല കത്തും നമ്മുടെ വീട്ടിലേക്ക് വരാറുണ്ടോ? ഇല്ല തന്നെ. എന്തിനേറെ ഈ കഴിഞ്ഞ യാത്രയിൽ, ഈ കഴിഞ്ഞ റമദാനിന് മുമ്പ് ദുബായിലുണ്ടായി, ദുബായിലേക്ക് ചെയ്ത യാത്രയിൽ ഒരനുഭവം പ്രിയപ്പെട്ട KM സൂപ്പി സാഹിബ് പറഞ്ഞു. സൂപ്പി സാഹിബ് നിങ്ങളുടെ നാടിന്റെ അടുത്താണല്ലോ. സൂപ്പി സാഹിബിനോട് നിങ്ങൾ ചോദിച്ചു, KM സൂപ്പി സാഹിബ് അനുഭവം പറഞ്ഞു. എന്താ പറഞ്ഞത്? സാധുവായ മനുഷ്യനാണ്. അയാൾ പറയാ, ലോകം വല്ലാതെ മാറിപ്പോയി. എന്തേ? അദ്ദേഹം നാട്ടിൽ നിന്ന് പുറപ്പെട്ടതാണ്. ദുബായ് എയർപോർട്ടിൽ ഇറങ്ങി. ആരോ കാത്തിരിക്കാണ് ദുബായ് എയർപോർട്ടിൽ. വണ്ടിക്കോ ആരെ കാത്തിരിക്കാൻ തോന്നുന്നു. കാത്തിരിക്കുമ്പോ പത്രം വായിച്ചതാണ്. പത്രം ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നാട്ടിൽ നിന്ന് കോൾ. എന്നിട്ട് സൂപ്പി സാഹിബിന് കോൾ. എന്തേ? ഉപ്പാപ്പ ദുബായ് എയർപോർട്ടിൽ പത്രം വായിക്കുകയാണോ? പേരമക്കൾ വിളിച്ചിട്ട് ഉപ്പാപ്പാനോട് ചോദിക്കുക, ഉപ്പാപ്പ ദുബായ് എയർപോർട്ട് പത്രം വായിച്ചുകൊണ്ടിരിക്കുമ്പോ സൂപ്പി സാഹിബ് പറയാൻ, ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ ചോദിച്ചു, എടോ നിങ്ങൾക്ക് എഴുതാ, ഞാൻ പത്രം വായിക്കണ വിവരം കിട്ടിയെന്ന് വെച്ചു. പാവാ ഞങ്ങളത് കണ്ടു, വാട്സപ്പിൽ കണ്ടു. അപ്പൊ ഏതോ ഒരു ചെറുക്കൻ ഇത് ഫോട്ടോ എടുത്തിട്ട് വാട്സപ്പിൽ വിട്ടതാണ്. നിങ്ങൾ ചിന്തിക്കണം, 20 കൊല്ലം മുമ്പ് നമ്മുടെ അവസ്ഥയാ ഞാൻ പറഞ്ഞത്. ഇന്ന് നമ്മുടെ അവസ്ഥയാ ഞാൻ പറഞ്ഞത്. ഇസ്ലാമി പുരോഗതിക്കെതിരാണോ? ചെലുമല്ല. എതിരെ അല്ലെന്ന് മാത്രമല്ല,
പുരോഗതി വിശുദ്ധ ഇസ്ലാം മനുഷ്യനോട് ചിന്തിക്കാൻ പറഞ്ഞ മതമാണ്. മനുഷ്യനോട് ചിന്തിക്കണം, അള്ളാഹു അൻക്ക് തന്ന തലച്ചോറ് ഉപയോഗപ്പെടുത്തണം എന്ന് പറഞ്ഞ മതമാണ്. അഫലാ യതദബ്ബറൂൻ അഫലാ യതഫക്കറൂൻ അഫലാ യൻദുറൂൻ. പല സ്ഥലങ്ങളിലായി അള്ളാഹു ചോദിക്കുന്നുണ്ട്, ചിന്തിക്കുന്നില്ലേ, ആലോചിക്കുന്നില്ലേ, തലച്ചോറ് ഉപയോഗപ്പെടുത്തുന്നില്ലേ? അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്, ഒട്ടകം എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നില്ലയോ? വഇലൽ ജിബാലി കൈഫ നുസിബത്, എങ്ങനെയാണ് പർവ്വതങ്ങൾ ഉയർത്തപ്പെട്ടത് എന്ന്, നാട്ടപ്പെട്ടത് എന്ന് നിങ്ങൾ ആലോചിക്കുന്നില്ലയോ? ചിന്തിക്കാൻ പറയുന്നുണ്ട് ഖുർആൻ. എന്തിനെക്കുറിച്ച്? അവനവന്റെ ചുറ്റുപാടിനെ കുറിച്ച്. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു പുരോഗതിക്കും വിശുദ്ധ ഇസ്ലാം എതിരല്ല. ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കണേ, നല്ലപോലെ ശ്രദ്ധിക്കണം. വാട്സപ്പിനെതിരാണോ? ഇൻഫർമേഷൻ ടെക്നോളജിയുടെ മേഖലയിലുള്ള ഒരു പുരോഗതിക്കും വിശുദ്ധ ഇസ്ലാം എതിരല്ല. പക്ഷേ ഈ പുരോഗതിയെല്ലാം അംഗീകരിക്കുന്ന ഇസ്ലാം തന്നെ ഈ പുരോഗതികൾ ഏത് വിഷയത്തിലാണ് അംഗീകരിക്കുന്നത്? അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു കൊടുക്കുന്ന നേട്ടങ്ങൾ അവൻ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിക്കണം, വിഷയത്തിന്റെ അടിത്തറയാണ് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. വിഷയത്തിന്റെ അകക്കാം വിശദമായി പറയാൻ കഴിഞ്ഞോണമെന്നില്ല. അതുകൊണ്ട് വേഗം ഈ വിഷയത്തിന്റെ ഹൃദയം എന്താണ് എന്ന് നിങ്ങളോട് പറയുന്നത്. പുരോഗതിക്ക് വിശുദ്ധ ഇസ്ലാം എതിരല്ല. പക്ഷെ എല്ലാ പുരോഗതിയും മനുഷ്യനെ നന്മയിലേക്ക് നയിക്കാനേ ഉപയോഗിക്കാവോ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞ തിന്മകളെ, ആ തിന്മകൾ പ്രവർത്തിക്കാനോ ആ തിന്മകളെ പ്രോത്സാഹിപ്പിക്കാനോ ഉപയോഗിക്കരുത് എന്ന് വിശുദ്ധ ഇസ്ലാം വളരെ കർക്കശമായി പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ 14 നൂറ്റാണ്ട് മുമ്പ് വിശുദ്ധ ഖുർആൻ വാട്സപ്പ് മനുഷ്യൻ എങ്ങനെയാ ഉപയോഗിക്കേണ്ടത്, ഫേസ്ബുക്കിനോട് നമ്മുടെ നിലപാട് എങ്ങനെയാവണം. ശ്രദ്ധിക്കണം, ഫേസ്ബുക്കിനോട് നമ്മുടെ നിലപാട് എങ്ങനെയാവണം, വാട്സപ്പിനോട് നമ്മുടെ നിലപാട് എങ്ങനെയാവണം, ഇതെല്ലാം വിശുദ്ധ ഇസ്ലാം 14 നൂറ്റാണ്ട് മുമ്പ് പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഹബീബിലൂടെ. ആരുടെ ചരിത്രമാ ഖുർആൻ എടുത്തു പറഞ്ഞത്? ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും വലിയ സംവിധാനം ചെയ്തു കൊടുത്ത ഒരാളെ ഖുർആൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ആരാണത്? ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസാ ഫബഗാ അലൈഹിം وآتيناه من الكنوز ما إن مفاتيحه لتنوء بالعصبة أولي القوة. വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞത് ഖാറൂൻ എന്ന് പറയുന്ന ആളെ കുറിച്ചാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആന്റെ പ്രയോഗം വല്ലാത്തൊരു പ്രയോഗമാണ്. വാട്സപ്പും ഫേസ്ബുക്കും എന്ന വിഷയം എങ്ങനെ ചർച്ച ചെയ്യണമെന്ന് ആലോചിക്കാനായി ഞാനിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാ പരിശുദ്ധമായ ഖുർആനിന്റെ സോഫ്റ്റ്വെയർ മുമ്പിൽ വെച്ചിങ്ങനെ ഇരുന്ന് എങ്ങോട്ട് കടന്നു പോകണമെന്ന് ചിന്തിച്ച് വെറുതെ ഞാനൊന്ന് ഒരു പദം കൊടുത്തൊന്ന് ക്ലിക്ക് ചെയ്തതാണ്. നേരെ എന്റെ മുമ്പിലേക്ക് വന്നത് ഈ ആയത്താ. ഞാൻ ഓർക്കുകയാ, ഇതിലെല്ലാം ഉണ്ട്. വലാ തൻസ നസീബക മിനദ് ദുനിയാ, തെറ്റല്ലാത്ത കാര്യവും നിനക്ക് ചെയ്യും. വരാ തൻസ, നീ മറന്നു പോകണ്ട. നസീബക മിനദ് ദുനിയാ, ദുനിയാവിൽ നിന്നുള്ള നിങ്ങളുടെ വിഹിതം നിങ്ങൾ മറന്നു പോകണ്ട. അത് നിങ്ങൾ ഉപയോഗിച്ചോളോ. തെറ്റല്ലാത്ത ഹലാലായ ജായിസായ ഏതു കാര്യത്തിനും നിങ്ങൾ ഉപയോഗിച്ചോളോ. പക്ഷേ ആലോചിക്കണേ, ഖാറൂനോട് പറഞ്ഞത് ഇത്ര ഫിറ്റ. വലാ തബ്ഗിൽ ഫസാദ ഫിൽ അർദ്, ഭൂമിയിൽ നാശമുണ്ടാക്കരുത് എന്ന് വിശുദ്ധ ഖുർആൻ. ചിന്തിക്കണം, ഭൂമിയിൽ നാശമുണ്ടാക്കരുതേ. നീ നിന്റെ വാട്സപ്പിലേക്ക് വന്ന നമ്പറിൽ മുഴുവൻ ചാറ്റ് ചെയ്ത പെണ്ണാ മറ്റൊരുത്തന്റെ ഭാര്യ, വേറൊരുത്തന്റെ ഭാര്യയുമായി നീ എങ്ങനെ ചാറ്റ് ചെയ്യുമടാ? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിനക്കൊരു ഭർത്താവുണ്ട് പെങ്ങളെ, പിന്നെ നീ എങ്ങനെ മറ്റൊരന്യനോട് നീ ചാറ്റ് ചെയ്യും പെങ്ങളെ? നിങ്ങൾ ആലോചിക്കണേ. വലാ തബ്ഗിൽ ഫസാദ ഫിൽ അർദ്, ഭൂമിയിൽ നാശമുണ്ടാക്കരുത് എന്ന് 14 നൂറ്റാണ്ട് മുമ്പ് വിശുദ്ധ ഖുർആൻ
വിശുദ്ധ ഖുർആൻ. ഞാൻ കുവൈത്തിൽ പോയി എന്ന വിവരം നിങ്ങളെ അറിയിക്കാനല്ല, പക്ഷെ ഈ സംഭവം ഞാൻ കേട്ടത് എവിടെ നിന്ന് പറയുവാനാണ്. കഴിഞ്ഞ ആഴ്ച കുവൈത്തിൽ പോയപ്പോഴാണ് തിരിച്ചു വരികയാണ് എയർപോർട്ടിലേക്ക് വരാൻ. ഞാൻ വലിയ യാത്ര ചെയ്യുന്ന ആളാണ് എന്ന് പറയാനല്ല ഞാനിത് പറഞ്ഞത്. പടച്ചറബ് ഖറബിയായ യാത്രയിൽ നമ്മളെ വിജയിപ്പിച്ചു തരുമാറാകട്ടെ. എവിടെന്നാ ഈ വിവരം കേട്ടത് എന്ന് പറയുവാനാണ്. നല്ലപോലെ ശ്രദ്ധിക്കണം എന്റെ പ്രിയമുള്ളവരെ. എന്നോട് യാത്ര ചെയ്യുന്ന സമയം എയർപോർട്ടിലേക്ക് തിരിച്ചു വരുമ്പോ കൂടെയുള്ള ആൾ എന്നോട് പറയുകയാണ്, നല്ല മുത്തഖിയായ പെണ്ണാണ്. സമയമില്ലാത്തത് കൊണ്ടാണ് വേഗം ഞാൻ ഇതിന്റെ അപകടങ്ങളിലേക്ക് കടന്നു പോകുന്നത്. വാട്സപ്പ് ഉപയോഗിക്കാമോ? വിരോധമില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇഷ്ടപ്പെടാത്ത കാര്യമാണോ അവിടെ അപകടം പെടുകയാണ്. അവിടെ ഉപയോഗിക്കാൻ പാടില്ല. അല്ലാഹു ഇഷ്ടപ്പെട്ട കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. ഒരു പെണ്ണിന് വാട്സപ്പിൽ ആരൊക്കെ ഗ്രൂപ്പിൽ ചേർക്കാമെന്ന് വരെ 14 നൂറ്റാണ്ട് മുമ്പ് വിശുദ്ധ ഖുർആൻ. പെങ്ങളെ, നിന്റെ വാട്സപ്പിലെ ഗ്രൂപ്പിലെ ആളായി ഫ്രണ്ട്സായി നിനക്കാരെ ചേർക്കാമെന്ന് 14 നൂറ്റാണ്ട് മുമ്പ് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാത്ത ആൾ നിന്റെ വാട്സപ്പിലെ എന്റെ പ്രിയപ്പെട്ട കുഞ്ഞു പെങ്ങളെ SLCക്ക് നല്ല മാർക്കോടെ പാസ്സായപ്പോ വാപ്പ വാങ്ങിച്ചു തന്ന 3Gയുടെ മൊബൈലില്ലേ, ആ മൊബൈലുമായി +1 പഠിക്കാൻ സ്കൂളിന്റെ ക്യാമ്പസിലേക്ക് കയറിപ്പോയ പെങ്ങളെ, കോളേജിന്റെ ക്യാമ്പസിലേക്ക് കയറിപ്പോയ പെങ്ങളെ, നിന്റെ വാട്സപ്പിലും നിന്റെ ഫേസ്ബുക്കിലും നിന്റെ ഫേസ്ബുക്കിലും അല്ലാഹു പറഞ്ഞവരാ അല്ലാത്തവർ ചങ്ങാതിമാരായുണ്ട്. നിന്റെ കാര്യം വലിയ അപകടമാ. ഞാൻ ഓർക്കുന്നു, ഈ സഹോദരനോട് പറയുകയാണ്, എയർപോർട്ടിലേക്കുള്ള യാത്രയിൽ അതെ നല്ല മുത്തഖിയായ ഒരു പെണ്ണാണ്, നല്ല തഖ്വയുള്ള പെണ്ണാണ്, തഹജ്ജുദ് വരെ നിസ്കരിക്കുന്ന പെണ്ണാ. ചിന്തിക്കണം എന്റെ പ്രിയമുള്ളവരെ, വേണോ വേണ്ടേ നമ്മളാ തീരുമാനിക്കേണ്ടത്. അത്യാവശ്യമുള്ള ആളാണോ തെറ്റല്ലാത്ത കാര്യത്തിൽ വിനിയോഗിക്കുന്നതിന് തകരാറില്ലെന്ന് വിശുദ്ധ ഖുർആൻ. പക്ഷേ നല്ലവർ പോലും പഴിപിഴച്ചു പോകാൻ ഇടവരുന്നുവെന്ന ഗൗരവം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. തഹജ്ജുദ് പോലും നിസ്കരിക്കുന്ന പെണ്ണാ, പരിശുദ്ധമായ ഖുർആൻ ഓതുന്ന പെണ്ണാൻ. എന്നോട് പറയുകയാണ്, ഈ പെണ്ണിന് വാട്സപ്പ് ഉണ്ടായിരുന്നു. പലരും കയറി വന്ന വാട്സപ്പിലൂടെ പല മനുഷ്യന്റെ മനസ്സ് പല സമയത്തും പല രീതിയിലാകുമല്ലോ. അവസാനം ഒരാളുമായി നിരന്തരം ചാറ്റിംഗായി. തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് എഞ്ചിനീയറാൻ. നിരന്തരം ചാറ്റിംഗായി, ബന്ധം സുദൃഢമായി. നിങ്ങൾ ആലോചിക്കണേ, തഹജ്ജുദ് പോലും നിസ്കരിക്കുന്ന പെണ്ണാ. ഈ പെണ്ണ് തന്റെ ഭർത്താവിനെ വിട്ടേച്ച് അന്യന്റെ കൂടെ ഓടിപ്പോയി. ഭൂമിയിൽ നാശമുണ്ടാക്കരുതേ എന്ന് വിശുദ്ധ ഖുർആൻ. ഭൂമിയിൽ നാശമുണ്ടാക്കരുതേ എന്ന് വിശുദ്ധ ഖുർആൻ. ഗുണമാണോ നാശമാണോ? ഏറെ നമ്മൾ നല്ലപോലെ ചിന്തിക്കണം. എന്നിട്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു എന്റെ സദസ്സിനോട്, ഗുണമല്ലേ തളിപ്പറമ്പ് പോയപ്പോ ഒരു കത്ത് കിട്ടിയല്ലോ, അത് ഞാൻ കാണിച്ചു കൊടുത്ത ആൾ ഈ വേദിയിലുണ്ട്. തളിപ്പറമ്പിൽ പ്രസംഗിച്ചപ്പോ ഒരു കത്ത് എന്റെ കയ്യിൽ കിട്ടി. അത് കണ്ട ആളാണ് എന്റെ പ്രിയപ്പെട്ട സ്നേഹനിധിയായ ഷൗക്കത്ത് അലി ഉസ്താദ്. എന്താ പറഞ്ഞേ? ആ പെണ്ണൊരു കത്തിൽ പറയാൻ, ഞാൻ നല്ല ദീനി ചിട്ടയുള്ള പെണ്ണാണ്, എന്റെ മക്കളൊക്കെ ദീനി ചിട്ടയുള്ളവരാക്കാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. പക്ഷേ എന്റെ മൊബൈലിൽ ഞാൻ അത്യാവശ്യമുള്ളത് കൊണ്ട് വാട്സപ്പ് എന്റെ മൊബൈലിൽ ഞാനത് സോഫ്റ്റ്വെയർ ചെയ്തിട്ടുണ്ട്. എന്റെ മൊബൈലിലേക്ക് ഞാൻ ആ വാട്സപ്പ് ഞാൻ എന്റെ ഫീഡ് ചെയ്തിട്ടുണ്ട്, എന്റെ മൊബൈലിലുണ്ട്. എന്നിട്ടോ ഈ പെണ്ണു പറയാൻ, എന്റെ മൊബൈലിലേക്ക് പല രീതിയിലുള്ള മോശമായ മെസ്സേജുകൾ വരുന്നു. ഞാനൊരു ഭർത്താവുള്ള പെങ്ങളെ, അപകടമാണോ? നീ വഴിപിഴച്ചു പോകാനിടയാണോ? നിന്റെ മൊബൈലിനെന്തിനാണ് വാട്സപ്പ്? നിനക്ക് സംസാരിക്കാൻ ആരോട് അനുവാദമുണ്ട്? ആരോട് നീ സംസാരിക്കാൻ പാടില്ല? 14 നൂറ്റാണ്ട് മുമ്പ് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, നിനക്കെല്ലാവരോടും ചാറ്റ് ചെയ്യാനുള്ള അധികാരമുണ്ടോ? അവകാശമുണ്ടോ? അല്ലാഹു നൽകിയിട്ടില്ല. എന്തേ നൽകാതിരുന്നത്? ഭൂമി ലോകത്ത് നാശമാവും.
എത്ര ഉപ്പമാരുണ്ട്. ചമ്മാട് ദാറുൽ-ഹുദാ ഇസ്ലാമിക് അക്കാദമിയിലെ വഅദ് കഴിഞ്ഞ് ഒരു ദിവസത്തെ വഅദ് തന്നെ വിനോദമെന്ന വിഷയം സംസാരിച്ചപ്പോ വെറുതെ മൊബൈൽ എന്ന വിഷയം ഒരൊറ്റ വാക്കിലങ്ങ് പറഞ്ഞു പോയതാണ്. മൊബൈലുകൾ എത്ര ഉപ്പമാർക്കാ കണ്ണുനീര് സമ്മാനിച്ചത്, മൊബൈൽ കാരണം എത്ര ഉമ്മമാർ കരഞ്ഞുകൊണ്ടിരിക്കുന്നുവെന്ന് പറഞ്ഞു പോയതേ ഉള്ളൂ. പിറ്റേ ദിവസം അതേ സ്ഥലത്ത് വഅദ് പറയാൻ വേണ്ടി ചെന്നപ്പോ പള്ളിയിലേക്ക് വുളൂ ചെയ്യാനായി കയറുന്നത് കാത്തൊരാൾ കിടക്കിരിക്കുന്നുണ്ട്. ഞാൻ അടുത്തെത്തിയപ്പോൾ അയാൾ അടുത്തേക്ക് വന്നു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, കൊട തന്റെ വായിൽ ഇങ്ങനെ പൊത്തിപ്പിടിച്ചുകൊണ്ടാണ് ആ മനുഷ്യൻ എന്നോട് പറഞ്ഞത്. വിധവൃദ്ധനായ വന്യവയോധികനായ പിതാവിനോട് പറയുകയാണ്, വിതുമ്പി കരഞ്ഞിട്ട് പറയാൻ, ഉസ്താദേ ഇന്നലെ നിങ്ങൾ പറഞ്ഞില്ലേ മൊബൈൽ എത്ര ഉപ്പമാർക്കും ഉമ്മമാർക്കും ആ കണ്ണുനീര് സമ്മാനിച്ചത്, ആ കൂട്ടത്തിൽപ്പെട്ട ആളാണ് ഞാൻ. എന്റെ പൊന്നമാൻ അമുസ്ലിമായ ഒരുത്തിയുടെ കൂടെ ഓടിപ്പോയി എന്ന് ഒരു പിതാവ് പറഞ്ഞതും ഞാൻ ഓർക്കുകയാണ്. ചിന്തിക്കണം നിങ്ങൾ, എന്തേ ഈ സംവിധാനം മുഖേന അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ ബന്ധപ്പെടാനുള്ള സാഹചര്യമേറെ വർദ്ധിച്ചിരിക്കുകയാണ്. ഏറെ വർദ്ധിച്ചിരിക്കണം. പണ്ട് ഒരു അന്യനോട് സംസാരിക്കണ ഉമ്മേ വാപ്പയെ കാണുന്ന ഒരു പേടി, ഒരു മോശം ഉണ്ടായി. അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആളുകൾ കാണുമ്പോൾ സംസാരിക്കാൻ മോശം. ഇന്ന് ഉമ്മാന്റെ മുമ്പിൽ ഇരുന്ന് പോലും അന്യനോട് സംസാരിക്കാം. ഉമ്മാന്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കണം. ഉമ്മാന്റെ മുമ്പിൽ ഇരിക്കുമ്പോ കുഞ്ഞുമോള് ഇതിലിങ്ങനെ കളിക്കുന്നുണ്ട്. അപ്പൊ ഉമ്മ വിചാരിക്കണം എന്താ, മോള് ഇന്നലെ കമ്പ്യൂട്ടറിന്റെ ക്ലാസ്സിലുള്ള വർക്കൊക്കെ ചെയ്യാണെന്നാണ്. വാപ്പ വാങ്ങിച്ചു കൊടുക്കത് ആ ജാതി വലിയൊരു മൊബൈലും. വാപ്പാക്ക് വലിയ ജോലി ഉണ്ടാവും. ഉമ്മ വിചാരിക്കണം മോള് ആ വർക്കൊക്കെ ചെയ്യും. മോള് വർക്ക് ചെയ്യല്ല, മോള് ചാറ്റ് ചെയ്യുകയാണ്. എന്തിനേറെ ഈ കൊല്ലത്തെ റമദാനിൽ ഒരു സുഹൃത്തന്നോട് പറഞ്ഞ വിവരം ഞാൻ നിങ്ങളോട് പറഞ്ഞോട്ടെ. ഏറെ സമയമില്ലല്ലോ. വളരെ അപകടങ്ങൾ സംസാരിക്കാം. ഗുണമുണ്ടോ അപകടമുണ്ടോ? ഞാൻ ഒറ്റ വാക്കിൽ നിർത്താൻ കാരണം സമയമില്ലാത്തതുകൊണ്ട് വേഗം ഇതിന്റെ ഹൃദയത്തിലേക്ക് കടന്നത് എന്തുകൊണ്ടാണ്? വാട്സപ്പ് ഉപയോഗിക്കാം. നിനക്കത് മര്യാദക്ക് ഉപയോഗിക്കാൻ കഴിയോ? നല്ല കാര്യത്തിന് ഉപയോഗപ്പെടുത്താം. നീ നിന്റെ വാട്സപ്പിൽ ഇന്ന് ദുആ സമ്മേളനമുണ്ട് പുല്ലൂക്കര, വെൽക്കം ടു യു എന്ന് നിങ്ങൾ ചാറ്റ് ചെയ്താൽ അള്ളാഹു കൂലി തരും. എന്നാൽ യു ആർ വെൽക്കം ടു മൈ ഹോം അറ്റ് നൈറ്റ് എന്നൊരാൾ മമ്മി ഡാഡി വീട്ടിലില്ല. എന്തേലും മമ്മി ഡാഡി നിങ്ങൾക്ക് അറിയില്ലല്ലോ പാടാൻ. അറിയോ? എന്റെ ബാക്കി എന്തേലും മമ്മി ഡാഡി വീട്ടിലില്ല. പിന്നെ എന്നല്ലേ സോപ്പസ് അടുത്ത വരുന്നേ നമ്മൾ പാടാൻ വേണ്ടിയിട്ട് കുറെ തെരഞ്ഞു നോക്കി പഠിച്ചെന്നല്ലോ, മറന്നുപോയി. മമ്മി ഡാഡി വീട്ടിലില്ല. എന്താ കാരണവരും വീട്ടിലില്ല. അടുത്തൊരു ലൈനുണ്ട്. ഇതാണ് ഒരാൾ മെസ്സേജ് ചെയ്തതെങ്കിലോ നാളെ നരകത്തിന്റെ വിറകാണ് നീ. നരകത്തിന്റെ വിറകാൻ ഈ വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ വന്നപ്പോൾ ഉണ്ടായ നാശം എന്താണ്? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഒരന്യ സ്ത്രീയും ഒരന്യ പുരുഷനും തമ്മിൽ ഒരിക്കലും ഒറ്റക്കാവാൻ പാടില്ല. 14 നൂറ്റാണ്ട് മുമ്പ് മടരാറിന്റെ തിരിരുന്നിട്ട് ഈ കാലഘട്ടത്തെ പോലും ദീർഘവീക്ഷണം ചെയ്ത പുണ്യനബി. ഉറക്കച്ചല്ലോ ഹബീബായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രമേൽ പ്രസക്തമാണ് ആ വാക്ക. ലാ യഖ്ലുവന്ന റജുലുൻ ബിംറഅ ഇല്ലാ വശൈത്താനു സാലിസുഹുമാ. വാപ്പമാർ മനസ്സിലാക്കേണ്ട വാക്കാണ്, ഉമ്മമാർ മനസ്സിലാക്കേണ്ട വാക്കാ. ആരാ പറഞ്ഞത്? ഷഫീഉനാ റസൂലുള്ളാഹി. ലാ യഖ്ലുവന്ന റജുലുൻ ബിംറഅ. ഒരു പുരുഷനും ഒരു അന്യ സ്ത്രീയും ഒരു അന്യ പുരുഷനും തമ്മിൽ ഒറ്റക്കാവുകയില്ല. ഇല്ലാ വശൈത്താനു സാലിസുഹുമാ. പിശാച് അവരിൽ മൂന്നാമനായിരിക്കുമെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഒറ്റക്കാവുക എന്നുള്ളത് എത്രയും പെട്ടെന്ന് കഴിയാവുന്ന ഒന്നാണ്, അല്ലെങ്കിൽ വളരെ വിപുലമായ രീതിയിൽ കഴിയാവുന്ന ഒന്നാണ് വാട്സപ്പും ഫേസ്ബുക്കും. ഫേസ്ബുക്കിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ അത് ഓപ്പണാണ്. വാട്സപ്പിന്റെ പ്രത്യേകതയോ, വാട്സപ്പ് സ്വകാര്യ റൂമുകളാണ്. സ്വകാര്യ റൂം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് തിരുവനറിയില്ല, സ്വന്തം റൂം അതന്നല്ലേ ഇതിലൊക്കെ പറയലെന്താ? ഞാൻ എന്റെ റൂമിലാണ് അല്ലേ? അബ്ബാസാജിക്ക് അറിയോ? അബ്ബാസാജി ഒരു സാധുവാ തിരിയാൻ.
ഒപ്പരെ നമ്മുടെ കൂട്ടത്തിലാവും ഈ വിഷയത്തിലൊക്കെ എന്ന് ഞാൻ മനസ്സിലാക്കും. ഞാൻ എന്റെ റൂമിലാണ്, എന്റെ റൂമിൽ നിന്നാ ഈ റൂമിൽ ഇരുന്നിട്ട് ചാറ്റ് ചെയ്യാം. അത് ഇയാളുടെ ഫേസ്ബുക്കിലെ റൂമാണ്, ഇയാളുടെ വാട്സപ്പിലെ റൂമാണ്. 50 ആളുകൾ ചേർന്ന ഒരു ഫ്രണ്ട്സ്. നല്ല ഫ്രണ്ട്സും ഉണ്ട്, മോശപ്പെട്ട ഫ്രണ്ട്സും. നല്ല നല്ല ചർച്ചകൾ നടക്കുന്ന ഫ്രണ്ട്സ് ഉണ്ട്. എന്താ ചർച്ചകൾ? പരിശുദ്ധമായ ഖുർആന്റെ ചർച്ചകൾ, ഹദീസിന്റെ ചർച്ചകൾ. മട്ടന്നൂരിൽ ഒരു ഖുർആൻ ക്ലാസ് ഉണ്ട്. ആ ഖുർആൻ ക്ലാസ്സിന് അതിനുണ്ട് ഇൻ ദ വേ ഓഫ് അള്ളാഹ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്. 50 ആളുകളുണ്ട് അതിൽ. നല്ല കുഞ്ഞുമക്കളാണ്, ചെറുപ്പക്കാർ. നല്ല നല്ല ചർച്ച, പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട കിസ്സുകൾ, നല്ല നല്ല ചർച്ചകൾ. അതിന്റെ അഡ്മിനി സൂപ്പർ മനുഷ്യനാണ്. എന്താ ആവശ്യമില്ലാത്ത എല്ലാം ചർച്ച വന്ന അപ്പോൾ അടി കൊടുക്കും. അടി എന്ന് പറഞ്ഞാൽ വടിയോണ്ടുള്ള അടിയല്ല, ആ അടിയൊക്കെ പോപ്പഞ്ഞി. ഇനി ദൂരത്ത് നിന്ന് പോലും, വളരെ വിദൂരത്ത് നിന്ന് പോലും മനുഷ്യന് പരസ്പരം യുദ്ധം ചെയ്യുന്നത് പോലും കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ടാണ്. അങ്ങനെയുള്ള കാലം വരെയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പുരോഗതിയിൽ അല്ലാഹുവിനെ മറക്കുന്നവരിൽ അല്ലാഹു നമ്മെ ചേർക്കാതിരിക്കുമാറാകട്ടെ. നല്ല ചർച്ച, അല്ലാഹു കൂലി തരും. എന്നാൽ എന്നോടൊരു സുഹൃത്ത് പറഞ്ഞു, 4 ആളുകൾ, 5 ആളുകൾ, 8 ആളുകൾ, 10 ആളുകൾ ചേർന്ന് ഗ്രൂപ്പ്. ഒരാൾ, എന്താ വാട്സപ്പിന്റെ പ്രത്യേകത? ഒരാളുമായും രഹസ്യമായി സംസാരിക്കാം. രഹസ്യമായ റൂമിലിരുന്നിട്ട്. അപ്പോൾ റൂമിലിരുന്നിട്ട് തന്നെ വീട്ടിന്റെ റൂമിൽ നല്ല ഈ പറഞ്ഞേ, ഇയാൾ ബസ്സിൽ പോവാ, അപ്പോഴും ഇയാളുടെ സീക്രട്ട് റൂമിലാണ്, മൊബൈലിലെ റൂമിലാണ്. ഇയാൾ മറ്റൊരന്യ പെണ്ണിനോട് സംസാരിക്കുന്നു. എല്ലാ മനുഷ്യന്മാരുണ്ട്, പക്ഷെ ആരും അറിയുന്നില്ല. ഇതാണ് ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത. എല്ലാവർക്കിടയിലും ഖൽവത്താവാൻ പറ്റുന്ന കാലമാ. ഖൽവത്തായാൽ പിശാചവരിൽ 3ാമത്തെ ആളാകുമെന്ന് ഹബീബായി നബിയുനാ റസൂലുള്ളാഹി. എന്റെ കോളേജിന്റെ ക്യാമ്പസിൽ 5 ആൾ ചേർന്നൊരു ഗ്രൂപ്പ്. 5 ആളുകൾക്ക് ഒരു ഗ്രൂപ്പുണ്ട്. 8 ആളുകൾക്ക്. ഈ 8 ആളും എങ്ങനത്തെ ആൾ? എന്നോട് ക്യാമ്പസിൽ ഒരു കുട്ടിയാ പറയുന്നത്, ഒരു സ്ഥലത്ത് വയത് കഴിഞ്ഞ് ഞാൻ മട്ടന്നൂരിലേക്ക് തിരിച്ചു പോവുകയാണ്. അവന് വാഹനത്തിലുണ്ട്. എന്നോട് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ എനിക്ക് ഇതൊന്നും അറിയാത്തതുകൊണ്ട് ഞാൻ അവനോട് ചോദിച്ചു, ഈ വിഷയം പഠിക്കണല്ലോ. ഞാൻ അവനോട് ചോദിച്ച് മനസ്സിലാക്കുമ്പോഴാണ് അവൻ എന്നോട് പറഞ്ഞത്, ഇതിന്റെ കുറെ നാശം എന്നോട് പറഞ്ഞിട്ട് പറഞ്ഞു, സാധേ ഇപ്പോൾ സമയം എത്രയായി? വയലു കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരുമ്പോ 2:30-3 മണിയോട് അടുത്തിട്ടുണ്ട്. എന്നോട് പറഞ്ഞു, ഇതിന്റെ ഒരു അപകടം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരണോ? എന്റെ മൊബൈലിൽ ഞാൻ ഇപ്പോൾ എടുത്തിട്ടൊന്ന് ചാറ്റ് ചെയ്താൽ, എന്റെ കോളേജില് പഠിക്കുന്ന പെണ്ണിന്റെ മൊബൈലിലേക്ക് പെണ്ണിനോട് ഞാൻ ചാറ്റ് ചെയ്താൽ ഈ 2:30 മണിക്ക് ഇതേ സമയം അവളിൽ നിന്ന് മറുപടി പറയും, തിരിച്ചവൾ ചാറ്റ് ചെയ്യും. 3 മണിയായിട്ട് വീട്ടിന്റെ അകത്ത് മോൾ ഉറങ്ങിയിട്ടില്ല. 3 മണിയായി മോൾ ഉറങ്ങിയില്ല. മൊബൈൽ ചെവിയുടെ അടുത്ത് വെച്ചിട്ടാ മോൾ കിടക്കുന്നത് തന്നെ. കുണം 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 എന്ന് കേൾക്കുമ്പോൾ നെട്ടി ഉണരുക. എന്നാൽ ഹയ്യ അലസ്സലാ ഹയ്യ അലൽ ഫലാഹ് അസ്സലാത്തു ഖൈറും മിനൻ നൗം. പള്ളികളിൽ നിന്ന് പ്രിയപ്പെട്ട പെങ്ങളെ, പ്രിയപ്പെട്ട സഹോദര, കണ്ണ് തന്ന, കൈ തന്ന, കാത് തന്ന, കേൾക്കാൻ കഴിവ് തന്ന, ഒരു ന്യൂനതയുമില്ലാതെ നമ്മെ സൃഷ്ടിച്ച പടച്ച റബ്ബിനായി സുജൂദ് ചെയ്യാൻ എഴുന്നേറ്റ് വരൂ എന്ന വിളി കേട്ടിട്ട് അവൻ എഴുന്നേറ്റിട്ടില്ല. എന്നാൽ ഒരു മൊബൈലിന്റെ ചെറിയ മെസ്സേജ് വരുന്ന ചാറ്റിങ്ങിന്റെ ഒരു ചെറിയ ശബ്ദം കേൾക്കുമ്പോഴേക്ക് ഞെട്ടി ഉണരുകയാണ്. എന്നിട്ട് അപ്പോൾ തന്നെ പ്രതികരിക്കുകയാണ്. ഈ റമദാനിലല്ലേ കണ്ണൂരിലെ പ്രമുഖനായ, കണ്ണൂരിലെ നമ്മുടെ സാധാരണ പ്രവർത്തകനായ ഒരാൾ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഓർമ്മപ്പെടുത്തിയത്. അയാൾ നടത്തുന്നുണ്ട്, അയാൾ ഇന്റർനെറ്റ് കഫേ നടത്തുന്നുണ്ട്. അയാളാ പറഞ്ഞത്, ഈ കൊല്ലത്തെ SLC പരീക്ഷ കഴിഞ്ഞോ, +1 കുട്ടികൾ അപേക്ഷിക്കുന്ന സമയം ഏകജാലകത്തിനായി അപേക്ഷിക്കാൻ അയാളുടെ ഇന്റർനെറ്റ് കഫേയിൽ വന്നത് 50 അപേക്ഷകളാണത്രേ. 150 അപേക്ഷകൾ. എല്ലാം ശ്രദ്ധിക്കണം ഉമ്മമാർ. പുല്ലൂക്കരയിലാണ് ഞാൻ സംസാരിക്കുന്നത്. ദുബായിൽ പോയി പണം അടിച്ചു കൊടുത്താൽ പോരാ ഉമ്മമാരെ. മകൾക്ക് നമ്മളൊരു സാധനം വാങ്ങിച്ചു കൊടുക്കുമ്പോൾ മകൾക്കത് ആവശ്യമുള്ളതാണോ, അതവൾ മര്യാദക്ക് ഉപയോഗിക്കാൻ പഠിച്ചിട്ടുണ്ടോ എന്ന് തിരിച്ചറിയേണ്ടതാണ്.
ഇയാൾ പറയാൻ 180 അപേക്ഷകർ ഇവിടെ വന്നു. ഞാൻ പകൽ സമയത്തായിരുന്നു എത്ര അടിച്ചു കയറ്റാൻ ശ്രമിച്ചിട്ടും നെറ്റിൽ ലൈൻ ബിസി ആയതുകൊണ്ട് ചെയ്യാൻ കഴിയുന്നില്ല. ഈ 150 രക്ഷിതാക്കളെയും കുട്ടികളെയും ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, അപേക്ഷയെല്ലാം നിങ്ങളതിന്റെ ഡാറ്റ മുഴുവൻ എന്റെ കയ്യിലേക്ക് തന്നെ രാത്രി ഇരുന്നിട്ട് ഞാനിത് ചെയ്തു കൊള്ളാം. രാത്രി നെറ്റ് നല്ല സ്പീഡ് കിട്ടുകയും തിരക്ക് കുറവാവുകയും ചെയ്യും. രാത്രി ഞാൻ ചെയ്യും. ഇൻഫർമേഷന്റെ കാര്യത്തിൽ വല്ല സംശയമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ വിളിക്കും. ഇയാൾ പറയുന്നു, മുസ്ലിം ചെറുപ്പക്കാരനാ, അത്യാവശ്യം മതബോധമുള്ള ചെറുപ്പക്കാരനാ. ഈ സഹോദരൻ പറയുകയാണ്, 180 അപേക്ഷകളെന്ന് രാത്രി അദ്ദേഹം ഇന്റർനെറ്റ് വഴി നെറ്റിലൂടെ ഇയാൾ അപേക്ഷിച്ചു ഏകജാലകത്തിനായി. 180 അപേക്ഷകൾക്ക് വേണ്ടി ഇയാൾ കൊടുത്തപ്പോൾ അതിൽ 40 എണ്ണം ഡാറ്റയിൽ ചെറിയ സംശയം തോന്നി. 40 ഡാറ്റയിൽ സംശയം തോന്നിയപ്പോ രാത്രി ഇയാൾ പറയാ, 40 കുട്ടികളെയും ഞാൻ വിളിച്ചു. അവരുടെ ഡാറ്റയുടെ ക്ലിയറൻസിന് വേണ്ടി, ആ ഡാറ്റയിലുള്ള വിവരം ശരി വിവരം അറിയാൻ വേണ്ടി ഞാൻ വിളിച്ചു. 40 എണ്ണം ഞാൻ വിളിച്ചപ്പോൾ 10 എണ്ണം അമുസ്ലിങ്ങളാണ്. ചിന്തിക്കണം ഉപ്പമാർ നല്ലപോലെ ആലോചിക്കണം. 10 എണ്ണം അമുസ്ലിങ്ങളാണ്, 30 എണ്ണവും മുസ്ലിങ്ങളാണ്. 30 മുസ്ലിങ്ങളെ ഞാൻ വിളിച്ചപ്പോൾ രാത്രി 2 മണിക്ക്, രാത്രി 3 മണിക്ക്, രാത്രി 3:30 മണിക്ക് ഞാൻ വിളിച്ചപ്പോൾ അതിൽ 20 മൊബൈലുകളും ബിസിയാൻ. എന്റെ പ്രിയപ്പെട്ട ഉപ്പ, ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, നിങ്ങളുടെ കുഞ്ഞുമക്കളുടെ കയ്യിൽ SLC കഴിഞ്ഞപ്പോ നമ്മൾ വാങ്ങിച്ചു കൊടുത്ത മൊബൈലില്ലേ, 3Gയുടെ മൊബൈൽ, എന്തേ 3:30 മണിക്ക് ബിസിയാവാൻ കാരണം? അർദ്ധരാത്രി കഴിഞ്ഞ് പുലർച്ചയോടെ എടുക്കുന്ന 2:30 മണിക്ക് 16 വയസ്സുള്ള സക്കീന മോളുടെ മോളുടെ ഫോൺ ബിസിയാൻ. രാത്രി 1:30 മണിക്ക് 15 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ള റുഖയ്യ മോളുടെ ഫോൺ ബിസിയാൻ. ഉപ്പാ, നെഞ്ചത്ത് കൈവച്ചാലോചിക്കണം. രാത്രി 1:30 മണിക്ക് ഇവരെ വിളിക്കുന്നതാരാ? ഇവരുടെ ഭർത്താവാണോ? ഇവിടെ കല്യാണം ചെയ്തു കൊടുത്തിട്ടുണ്ടോ? ദുബായിലുള്ള ഭർത്താവാണോ രാത്രി 3:30 മണിക്ക് വിളിക്കുന്നത്? വളരെ ഗൗരവത്തോടെ നമ്മൾ ചിന്തിക്കേണ്ട അപകടകരമായ അവസ്ഥയാ ഞാൻ പറഞ്ഞു വരുന്നത്. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ. സമയമില്ലല്ലോ നമുക്ക്. ദുആ ഇന്ന് പ്രധാനമായതുകൊണ്ട് തന്നെ ഞാൻ ബാക്കി ഭാഗങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ഏറ്റവും അപകടകരമായ ഒരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകാവസാനമാകുമ്പോ റസൂലുള്ളാഹി പറഞ്ഞു, ലോകാവസാനമാകുമ്പോൾ ഇദാ ദഹറ സിനാ, വ്യഭിചാരം വ്യാപകമായി നടക്കുമെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി. വ്യഭിചാരം വ്യാപകമായി നടക്കും. വ്യാപകമായി വ്യഭിചാരം നടത്തി. വ്യഭിചാരം നടന്നതാ? വ്യഭിചാരം അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ട് റസൂലുള്ളാഹി പറഞ്ഞില്ലേ, വലിൽ ഐനി സിനാ വൽ ഐനാനി സിനാഹുമാ അന്നദർ. കണ്ണിന് വ്യഭിചാരമുണ്ട്. കണ്ണിന്റെ വ്യഭിചാരം നോട്ടമാണ്. കണ്ണിന്റെ വ്യഭിചാരം നോട്ടം. എന്തേ? തന്റെ തന്നെ ഫോട്ടോ എടുത്തിട്ട് ആ ഫോട്ടോ ഫേസ്ബുക്കിലാക്കിയിട്ട് താൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് എന്റെ നഗ്നതകൾ വെളിച്ചത്ത് കാണിച്ച് അയച്ചു കൊടുക്കുക. പെങ്ങളെ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഉപ്പമാര് ചിന്തിക്കണേ, ഉമ്മമാർ ആലോചിക്കണേ. ഇന്ന് അധികവും സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടികളുണ്ടല്ലോ, എല്ലാവരെയും കുറിച്ചല്ല. ഒരുപാട് മക്കളിനോടൊരു സുഹൃത്ത് ഒരു ദിവസം എനിക്ക് കാണിച്ചു തന്നിട്ട് പറഞ്ഞു, ഫോട്ടോ എടുത്തിട്ട് നെറ്റിലേക്ക് അങ്ങ് വിടുക, വാട്സപ്പിലേക്ക് അങ്ങ് വിടുക, ഫേസ്ബുക്കിലേക്ക് വിടുക. എന്നിട്ട് എത്ര ആളുകൾ ലൈക്ക് അടിക്കുന്നുണ്ട്. പെങ്ങളെ, നിനക്ക് ഫേസ്ബുക്കിൽ എത്ര ലൈക്ക് ലഭിച്ചിട്ടുണ്ട്, വാട്സപ്പിൽ എത്ര ലൈക്ക് ലഭിച്ചിട്ടുണ്ട്. അതിനനുസരിച്ചല്ല പെങ്ങളെ നിന്റെ വിജയം. നിന്റെ വിജയത്തിന്റെ നിദാനം അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതെന്താ? മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ. ദ്വായിലേക്ക് കടക്കുകയാണ് നമ്മൾ. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു പെണ്ണിന്റെ വിജയം പറഞ്ഞതെന്താ? അല്ലെ, എത്ര ആൾക്കാരെ ലൈക്ക് കിട്ടിയിട്ടുണ്ട്? എത്ര ആൾക്കാർ ഇന്നുണ്ടല്ലോ പത്രത്തിൽ ഒരു ഭാര്യയും ഭർത്താവും വേർപിരിണെ ഒരു ഇതുണ്ടല്ലോ. ഏതാണ്? ആരാണ് ആള്? ദിലീപും അല്ല മഞ്ജു വാര്യർ. ദിലീപും മഞ്ജു വാര്യർ. വാനിറ്റി ബാഗ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടെന്ന് ഇപ്പൊ ഒരാൾ എനിക്ക് പഠിപ്പിച്ചു തന്നിരുന്നു. വാനിറ്റി ബാഗ്. അത് ഞാൻ ചോദിച്ചു, എന്താ വാനിറ്റി ബാഗ് എന്ന് പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, അതിങ്ങനെ നെഞ്ഞത്തൂടെ ഇതിലൂടെ റോഡുണ്ടല്ലോ, അപ്പുറപ്പുറമൊക്കെ വൺമതിൽ തിരിഞ്ഞിട്ടില്ല, ഇതിലൂടെയാണ് ആ ബാഗ് ഇടുക എന്ന് പറഞ്ഞു. എന്നിട്ടോ
അതിന്റെ താഴ്ഭാഗം ഘനത്തിലിരിക്കുമ്പോ ഇതിന്റെ ഈ ബാഗിന്റെ കൈയിന്റെ ഭാഗം എന്താവും? ടൈറ്റാവും. ടൈറ്റായാൽ എന്ത് സംഭവിക്കും? പൊതുവേദിയിൽ പറയാൻ പറ്റില്ല. ഏരപ്പ് നമ്മുടെ സമൂഹത്തിന്റെ പോക്ക്. മഞ്ജു വാര്യർ കോടതിയിൽ നിന്ന് പുറത്തിറങ്ങുന്ന ചിത്രമുണ്ട്. ഈ ബാഗാന്ന് തോന്നുന്നു തോളിലിട്ട്. ഈ ബാഗാണ് തോളിലിട്ടതെന്ന് തോന്നുന്നു. മഞ്ജു വാര്യർക്ക് 16 ലക്ഷം ലൈക്കുണ്ട്. പെങ്ങളെ, നീ മഞ്ജു വാര്യരാവാൻ ശ്രമിച്ചാൽ നടക്കാൻ പോകുന്ന അപകടമെന്താ? നീ മൊബൈലിലേക്ക്, ഫേസ്ബുക്കിലേക്ക്, നീ യൂട്യൂബിലേക്ക് നിന്റെ ഫോട്ടോ കയറ്റി വിട്ടിട്ട് ആളുകളുടെ ലേക്ക് വാങ്ങാൻ നിന്നാൽ അള്ളാഹുവിന്റെ സ്വർഗം നിനക്കില്ലെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി. അള്ളാന്റെ സ്വർഗം കണി കാണാൻ കഴിയില്ല. പടച്ചുറപ്പിന്റെ സ്വർഗം കണി കാണാൻ. എന്റെ നെറ്റിലേക്ക് ഫോട്ടോ ആണ് കയറ്റി വിട്ടു. എന്നിട്ട് പിന്നെ അവള് നോക്കാം ഓരോ ദിവസവും എത്ര ലൈക്കായി, ഓരോരുത്തരെ കമന്റ്. എന്താ കമന്റ്? വെരി നൈസ് ലേഡി. ഞാൻ അത്യാവശ്യം തിരക്കടില്ല എന്ന പോക്കെന്നെ തോന്നാം. വെരി നൈസ് ലേഡി, വെരി നൈസ് ലേഡി. ഓരോ ആളുകളുടെ കമന്റുകൾ. പെങ്ങളെ, നിന്റെ സ്വർഗം എവിടെയാ? നിന്റെ വിജയം എവിടെയാ? നിന്റെ വിജയം നീ നിന്റെ ഔറത്ത് മറച്ചു വെക്കുന്നതിലാണെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. ഉറക്കെ ചൊല്ലൂ നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഒരു പെണ്ണിന്റെ സ്വർഗം കിട്ടാൻ 4 കാര്യമാ റസൂലുള്ള പറഞ്ഞത്. ഒരു പെണ്ണിന് സ്വർഗം ലഭിക്കാൻ 4 കാര്യം. എന്താ പറഞ്ഞത്? സ്വല്ലത്ത് ഖംസഹാ വസാമത്ത് ശഹറഹാ വഅതാഅത്ത് സൗജഹാ വഹഫിളത്ത് ഫർജഹാ. 5 നേരത്തെ നിസ്കാരം കൃത്യമായി നിസ്കരിക്കുകയും വിശുദ്ധമായ റമദാനിലെ നോമ്പ് കൃത്യമായി നോട്ടനുഷ്ഠിക്കുകയും അതേപോലെ വഹഫിളത്ത് ഫർജഹാ വഅതാഅത്ത് സൗജഹാ, ഭർത്താവിനെ അക്ഷരം പ്രതി അനുസരിക്കുകയും വഹഫിളത്ത് ഫർജഹാ, തന്റെ ഔറത്തിന്റെ കാര്യത്തിൽ ശരിക്ക് ശ്രദ്ധിക്കുകയും ചെയ്താൽ ദഖലത് മിൻ അയ്യി അബ്വാബിൽ ജന്ന ശഅത്, സ്വർഗ്ഗത്തിന്റെ ഏത് കവാടത്തിലൂടെ വേണമെങ്കിലും കടന്നു പോകാം. അതുകൊണ്ട് ഫേസ്ബുക്ക് അനർത്ഥത്തിന് ഉപയോഗിക്കുന്ന പെണ്ണിന് സ്വർഗമില്ല. അടിവരായിട്ട് മനസ്സിലാക്കും. വാട്സപ്പ് അനർത്ഥത്തിന് ഉപയോഗിക്കുന്ന പെണ്ണാണോ? സ്വർഗമില്ല. ഫേസ്ബുക്ക് അനർത്ഥത്തിന് ഉപയോഗിക്കുന്ന ആണാണോ? സ്വർഗമില്ല. എന്റെ സഹോദര, ഫേസ്ബുക്ക് അതേപോലെ വാട്സപ്പ് അനർത്ഥത്തിന് ഉപയോഗിക്കുന്ന സഹോദരനാണോ? സഹോദര, സ്വർഗം നിന്നെ കാത്തിരിക്കുന്നില്ല. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. സമയമില്ലാത്തതുകൊണ്ട് ആ അപകടകരമായ ഒറ്റ മേഖലയ്ക്ക് ഞാൻ പറഞ്ഞു. പിന്നെ ഇതിന്റെ അനന്തരഫലം എന്താ? ഒരുപാട് പറയണ്ട. എന്തേ? വാട്സപ്പിലൂടെ ചാറ്റ് ചെയ്ത് ഓല് തമ്മിൽ പ്രേമബദ്ധരായി. അവസാനം വാപ്പ കല്യാണം അന്വേഷിക്കുന്ന സമയത്ത് മോള് പറയാം, എനിക്ക് വേണ്ടാപ്പേ, ഞാന് 1 കൊല്ലായി സ്നേഹബന്ധത്തിലുള്ള ഒരു ചെറുപ്പക്കാരന്റെ ഓനാണ് എന്റെ പ്രേമഭാജനം. വാപ്പ അന്വേഷിച്ചിട്ട് പറഞ്ഞു, മോളെ നിനക്കത് പറ്റില്ലല്ലോ. പറ്റില്ലെങ്കിൽ ഞാനൊരു കാറിന്റെ കഷ്ണം ചെലവാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. വാപ്പയെ ഭീഷണിപ്പെടുത്തുന്നു. അപകടം. വാപ്പയെ ആരതിന്റെ കാരണക്കാരൻ? ഈ വാപ്പയാണ് 1ാം പ്രതി. ആരാ പ്രതി എന്ന് ചോദിച്ചല്ലോ നേരത്തെ. നമ്മളെ നാസർ സാഹിബ് ഇവിടെ നിന്ന് ചോദിച്ചല്ലോ പ്രതി ആരാന്ന് പറയും. ഈ 3G മൊബൈൽ വാങ്ങിച്ചു കൊടുത്ത വാപ്പയാണ് 1ാം പ്രതി. കർണാടക ഗവൺമെന്റിലെ ശിശുക്ഷേമ ബോർഡ് യോഗം ചേർന്നല്ല, മീറ്റിംഗ് ചേർന്നില്ലോ. എന്താ പറഞ്ഞേ? സ്ത്രീകൾക്ക് നേരെ, കുട്ടികൾക്ക് നേരെ അതിക്രമം നടക്കാനുള്ള കാരണം മൊബൈലാണ്. അതുകൊണ്ട് കുട്ടികൾക്ക് മൊബൈൽ നിരോധിക്കണമെന്ന് കർണാടക ഗവൺമെന്റിനോട് ഒരു ശിശുക്ഷേമ ബോർഡ് ആവശ്യപ്പെടുക. അപകടത്തിലെത്തിയിട്ടുണ്ട്. 1ാം പ്രതിയാരാണ്? വാപ്പയാൻ. 2ാം പ്രതിയാരാ? ഇതിന് കൂട്ടുനിന്ന ഉമ്മയാൻ. അവർ പിന്നെ ജീവിതം മുഴുവൻ കരഞ്ഞെങ്കിലെങ്കിലല്ലേ അത്ഭുതപ്പെടേണ്ടതുള്ളൂ. അത് അള്ളാഹുവിന്റെ ശിക്ഷയുടെ ഒരു ഭാഗമാണ്. അടുത്ത ശിക്ഷ പിന്നെ അവിടെ എത്തുന്ന സമയത്ത് എന്താ? കുട്ടി പറയാ റബ്ബിനോട് എന്താ പറയാറോ? റബ്ബനാ അരിനല്ലദീനി അദല്ലാനാ മിനൽ ജിന്നി വൽ ഇൻസ് നജഅൽഹുമാ തഹത ഖദാമിനാ. പഠിച്ചോനെ, ഈ അനർത്ഥം മുഴുവൻ ഞാൻ ചെയ്യുമ്പോ എന്റെ വാപ്പ തിരിച്ചു തന്നില്ല, ഉമ്മ തിരിച്ചു തന്നില്ല, അതുകൊണ്ട് അവരങ്ങ് കൊണ്ടുപോവാ, നരകത്തിൽ കടത്ത് ഞാൻ അവരുടെ നെഞ്ചത്ത് കയറി നിൽക്കട്ടെ എന്ന് പൊന്നുമക്കൾ വിളിച്ചു പറയും എന്ന് വിശുദ്ധ ഖുർആൻ. നമ്മൾ ചെയ്യേണ്ടത് എന്താ? അതുകൊണ്ട് ഫേസ്ബുക്കും വാട്സപ്പും ഒക്കെ വലിച്ചെറിയാൻ പറ്റുമോ? വലിച്ചെറിയാൻ പറ്റില്ല. ചെയ്യേണ്ടത് എന്താ? വീട്ടിനകത്ത് കുഞ്ഞുമക്കളിൽ നല്ല ധർമ്മബോധമുണ്ടാക്കണം. അല്ലാഹുവിനെ കുറിച്ചുള്ള ബോധമുണ്ടാക്കണം. വിചാരണ ചെയ്യപ്പെടാനുള്ള ആളാണ് ഞാനെന്ന ബോധമുണ്ടാവണല്ലേ. നമ്മളൊരു പെണ്ണിന്റെ ഫോട്ടോ എടുത്തിട്ട്, അല്ലെങ്കിൽ പെങ്ങളെ നീ തന്നെ നിന്റെ ഫോട്ടോ എടുത്തിട്ട് ഇത് വാട്സപ്പിൽ കയറ്റി വിടുന്ന സമയത്ത് നീ മനസ്സിലാക്കിയിട്ടുണ്ടോ? നിന്റെ ചുമലിന്ന് 2 ആൾക്കാർ എന്റെ ഫോട്ടോ എടുക്കണ്ട്. അള്ളാഹ് പറഞ്ഞതാ.
നീ ഇത് ചിന്തിച്ചിട്ടുണ്ടോ? എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരെ, അനാവശ്യമായ അനർത്ഥത്തിന്റെ ചാറ്റിംഗ് നടത്തുമ്പോൾ കീബോർഡിലൂടെ വിരലുകൾ ചലിപ്പിക്കുന്ന സമയം, കീബോർഡിലൂടെ വിരൽ ചലിപ്പിക്കുന്ന സമയം ചിന്തിച്ചിട്ടുണ്ടോ? ഈ ചലിപ്പിക്കുന്ന അക്ഷരം പോലും എന്ത് എന്ന് നിന്റെ ചുമരിൽ ഇരുന്ന് രണ്ടാളുകൾ ഫോട്ടോ എടുക്കുന്നുണ്ട്. ആര് പറഞ്ഞ? അല്ലാഹു. ഫോട്ടോ എടുത്തിട്ട് അവർ ചെയ്യുന്നത് എന്താ? അവർ നേരെ വിടുന്നുണ്ട് റെക്കോർഡിലേക്ക്. ആ റെക്കോർഡ് അല്ലാഹു തുറന്നു വെക്കും. ഏതു കാലത്താണ്? ആരാ ഫോട്ടോ എടുക്കുന്ന ആളുകൾ? റഖീബും അതീദും നിന്റെ വലത്തും ഇടത്തും തോളിൽ ഇരിക്കുന്നുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹു പറഞ്ഞപ്പോ നമുക്ക് വിശ്വാസമായില്ല. ഓലി ഫോട്ടോ എടുക്കണം കേട്ടോ, റെക്കോർഡ് ചെയ്ത് വെക്കുക. അല്ലാഹു ഈ ഗ്രന്ഥം അങ്ങ് തുറക്കുമെപ്പോൾ അല്ലേ? ഞാൻ ഓളായിട്ടൊരു ബന്ധമുണ്ടായിരുന്നില്ല. പോലീസ് ഉദ്യോഗസ്ഥൻ അപ്പാടെ ലിസ്റ്റ് ഇങ്ങോട്ട് എടുത്തില്ലേ? എവിടുന്ന്? പോലീസ് ഉദ്യോഗസ്ഥൻ ടവർ ഉപയോഗിച്ച് ഇവർ വിളിച്ച കമ്പനിയുമായി ബന്ധപ്പെട്ട് ലിസ്റ്റ് ഇങ്ങോട്ട് എടുത്തിട്ട് പോലീസ് ഉദ്യോഗസ്ഥൻ ലിസ്റ്റ് ഇങ്ങോട്ട് നിരത്തി വെച്ചിട്ട് പറയാം, 14-ാം തീയതി രാത്രി 2:36 നീ വിളിച്ചിട്ടില്ലേ? ഭൂമിയിലെ ചോദ്യമാ. നിങ്ങൾ ചിന്തിക്കണം. പെണ്ണ് കൊല ചെയ്യപ്പെട്ടോ? കൊലയാളി ആരാണ്? ഇവന്റെ പെണ്ണ് ആത്മഹത്യ ചെയ്തോ? ആത്മഹത്യ ചെയ്യാൻ കാരണം എന്താ? ഇവന്റെ വാക്കിൽ ടെൻഷനായതാ. ഓൻ പറഞ്ഞു ഞാൻ ഓളായിട്ട് ബന്ധമൊന്നുമില്ല. ലിസ്റ്റ് എടുത്തിട്ട് പറഞ്ഞു 14-ാം തീയതി 2:36 നീ വിളിച്ചിട്ടുണ്ട്. പിന്നെയോ 12-ാം തീയതി രാവിലെ 6:56 നീ വിളിച്ചിട്ടില്ലേ? അവൻ പറഞ്ഞു ഞാൻ അതൊന്നുമല്ല സംസാരിച്ചത്. അപ്പതാ അവൻ സംസാരിച്ച റെക്കോർഡ് മുഴുവൻ പുറത്തെങ്ങനെ കാണിച്ചു. ഭൂമിയിൽ ഇത് നടക്കണ്ടേ? ആഖിറത്തിൽ നമ്മെ സൃഷ്ടിച്ച പടച്ച റബ്ബിനെ കഴിയൂലെന്നോ? ഇന്ന ഇലൈനാ ഇയാബഹും സുമ്മ ഇന്ന അലൈനാ ഹിസാബഹും. എല്ലാ വെള്ളിയാഴ്ചയും ജുമയുടെ 2-ാമത്തെ റക്അത്തിൽ ഇത് പറഞ്ഞ് കേൾപ്പിച്ചിട്ട് ആളുകളെ വിടുന്ന ഖതീബുമാർ. എല്ലാ വെള്ളിയാഴ്ചയും ജുമയിലെ 2-ാമത്തെ റക്അത്തിൽ ഖതീബുമാർ ഈ വകവസാനം കേൾപ്പിച്ചുകൊണ്ടാണ് ആളുകൾ പള്ളിയിൽ നിന്ന് ഇറങ്ങി വരാറുള്ളത്. ഇന്ന ഇലൈനാ ഹിയാബഹും. എടാ നീ എന്റെ അടുത്തേക്ക് തിരിച്ചു വരും. എടീ നീ എന്റെ അടുത്തേക്ക് തിരിച്ചു വരും. സുമ്മ ഇന്ന അലൈനാ ഹിസാബഹും. നീ ചെയ്ത ഓരോ പ്രവർത്തനവും ഞാൻ വിചാരണ ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആൻ. ഒന്നും മായിഞ്ഞു ചെയ്യുന്നു പോയില്ല. ആധുനിക ലോകപ്പ് കണ്ടെത്തിയതെന്താ? ബ്രിട്ടനിൽ അതിനെക്കുറിച്ചുള്ള പഠനം ഗൗരവമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തേ നമ്മുടെ പഴയ കാലത്തൊക്കെ മൊബൈലിന് വല്ല സാധനം നഷ്ടപ്പെട്ടു പോയി, ഒക്കെ മാഞ്ഞു പോയി. ഏതോ ബട്ടൺ അമർത്തിയപ്പോ മാറിപ്പോയി, ഒക്കെ പോയി, എല്ലാം നഷ്ടപ്പെട്ടു പോയി, തിരിച്ചെടുക്കാൻ കഴിയില്ല. പുതിയ സോഫ്റ്റ്വെയർ വരാൻ പോവാണ്, പുതിയ സംവിധാനം മൊബൈലിൽ വരാൻ പോവാണ്. എന്ത് മൊബൈൽ ഉണ്ടെങ്കിലും അതൊക്കെ മാഞ്ഞു തേഞ്ഞു പോയാലും തിരിച്ചെടുക്കാൻ പറ്റും. തിരിച്ചെടുക്കാൻ മനുഷ്യൻ പറയാം. ഓ മരിച്ചുപോയാ പിന്നെ എവിടുന്നതൊക്കെ ഉണ്ടാവാനാണ്. പുണ്യനബി പറഞ്ഞിട്ടുണ്ട്, അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ റസൂലുള്ളാഹി, ഒരാൾ മരിച്ചാൽ അയാളുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗവും മണ്ണോട് ചേർന്നു പോയാലും ചേർന്നു പോകാത്തൊരു ഭാഗമുണ്ട്. അതേതാണ്? ഊരക്കുറ്റിയുടെ എല്ലാം. മനുഷ്യന്റെ ഊരക്കുറ്റിയിലെ എല്ല് മണ്ണിനോട് ലയിച്ചു പോവില്ല. റസൂലുള്ള പറയാം, അതിൽ നിന്ന് നിങ്ങൾ അല്ലാഹു 2ാമത് മടക്കിപ്പടക്കും. പുണ്യനബി ഏത് ഖബറും പോയി നിങ്ങൾ പൊളിച്ചു നോക്കിയാണ്, ഒരംശം പോലില്ലേ ഊരയിലെ എല്ലാം അവിടെ ഉണ്ടാവും. ആ എല്ലിൽ നിന്ന് 2ാമത് അല്ലാഹു നിങ്ങളെ മടക്കിപ്പടക്കും. ഏത് റബ്ബ് ലം യകൂ നുത്ഫതൻ മിൻ മനിയുംനാ ثم كان علقة فخلق فسوى فجعل منه الزوجين الذكر والأنثى أليس ذلك بقادر على أن يحيي الموتى. നിന്നെ കേവലം ഒരു ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന് നിന്നെ സൃഷ്ടിച്ച പടച്ചറബ് ഊരക്കുറ്റിയുടെ നിന്ന് 2ാമത് നിന്നെ മടക്കിപ്പടക്കും. ഇതൊന്നും വെറും വർത്താനമല്ല. ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, വീട്ടിന്റെ അകത്തളങ്ങളിൽ നല്ല ബോധമുണ്ടാക്കണം കുഞ്ഞുമക്കൾ. ആ ബോധമില്ലാത്തതാണ് ഈ നാശത്തിന് മുഴുവൻ കാരണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം സമയം വൈകിയ ഈ നേരത്ത് ഓർമ്മപ്പെടുത്തി നേരെ ദുആയിലേക്ക് കിടക്കാണ്. മറ്റു കാര്യങ്ങൾ ഒരുപാട് പറയാനുണ്ട്. അല്ലാഹു അനുഗ്രഹിച്ചാൽ ഇൻഷാ അല്ലാഹ് പരിസര പ്രദേശത്ത് എവിടെയെങ്കിലും ഒരു ചാൻസ് നമുക്ക് കിട്ടിയാൽ ഇതേ വിഷയം നമ്മൾ ഒന്നുകൂടെ പറയും. കുറെ കാര്യം പറയാനുണ്ട്, സമയമില്ലാത്തതുകൊണ്ട് ഒരൊറ്റ ഭാഗത്ത് മാത്രം കേന്ദ്രീകരിച്ചതാണ്. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, പെങ്ങളെ, ഈ കാണുന്നതൊന്നുമല്ല ജീവിതം. സഹോദര, ഇതൊന്നുമല്ല ജീവിതം. മഹാനായ സുലൈമാൻ മുസ്ലിയാരുണ്ടായിരുന്നു, പുതിയ റൈ.
ഈ കൊല്ലം പരിശുദ്ധ റമദാനിന് മുമ്പായിട്ട് ഞാൻ വെറുതെ അങ്ങനെ പോകുമ്പോ വെറുതെ ഒന്ന് നിസ്കരിക്കാൻ വേണ്ടി കയറിയത് അവിടെ. അപ്പോഴാണ് സുലൈമാൻ മുസ്ലിയാരുടെ കാലിന്റെ ചാരത്തായി എത്തിച്ചേർന്നത്. ഞാനത് ഓർമ്മിച്ച് കയറിയതല്ല, എന്തേ അവിചാരിതമായി കയറിയതാണ്. പക്ഷേ സുലൈമാൻ മുസ്ലിയാരുടെ പുതിയറയിലെ ഖബറിന്റെ അടുത്തുള്ള പള്ളിയിലാണ് നിസ്കരിക്കാൻ കയറിയത്. എനിക്ക് തോന്നി ഞാൻ തന്നെ അവിചാരിതമായി എന്തേ ഇവിടെ എത്തിച്ചേർന്നത് എന്ന് ഞാൻ ചിന്തിച്ചില്ല. എപ്പോഴും ഇടക്കിടയ്ക്ക് സരസരക്കായി സുലൈമാൻ മുസ്ലിയാരെ പറയാറുണ്ട്. ആളുകൾ പറയും സുലൈമാൻ മുസ്ലിയാർക്ക് ചൂടാണ്, സുലൈമാൻ മുസ്ലിയാർക്ക് ഒരു ചെറിയ ചൂടുണ്ട്, ഹാഫ് ചൂടുണ്ട് എന്ന് പറയാറുണ്ട്. എങ്ങനെ ചൂടില്ലാതിരിക്കുക? കിടക്കന്റെ സ്ഥലം ഖബറാന്ന് ആലോചിച്ച ആർക്കാ ചൂടില്ലാതിരിക്കുക? ഞാൻ ഓർക്കട്ടെ, 27ന്റെ പകലല്ലേ ഇന്ന്? 27ന്റെ പകൽ 6ാം വാർഷികമെന്നോണം ഞാൻ നിങ്ങളോടത് പറഞ്ഞിട്ട് നിർത്താം. 6ാം വാർഷികമെന്നോണം ഞാൻ പറഞ്ഞു നിർത്തട്ടെ. ഇതേപോലെ ഒരു 27ന്റെ പകലാ ഞാൻ എന്റെ പള്ളിയിൽ നിൽക്കുന്നു. പള്ളിയിൽ എന്റെ റൂമിലാണ്. ഉച്ചക്ക് വയലു കഴിഞ്ഞ് ഞാൻ റൂമിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ കയറി വന്നു എന്റെ റൂമിലേക്ക്. എന്റെ സുഹൃത്താണ്, അദ്ദേഹം ഇപ്പോൾ ദുബായിലാണ്. റൂമിലേക്ക് കയറി വന്നിട്ട് കരഞ്ഞുകൊണ്ട് അയാൾ വന്നത്. മുമ്പിലുള്ള സീറ്റിൽ അയാൾ ഇരുന്നു. ഞാൻ ചോദിച്ചു എന്തേ കരയുന്നത്? അപ്പൊ പറഞ്ഞു, ഉസ്താദേ 27ാം രാവിലെ ഉപ്പയുടെ ഖബർ ഞാൻ സാധാരണ സിയാറത്ത് ചെയ്യാറുണ്ട്. പക്ഷേ ഞാൻ ഇന്നലെ ഭാര്യ വീട്ടിലായതുകൊണ്ട് വാപ്പയുടെ ഖബറിന്റെ അടുത്ത് പോകാൻ കഴിഞ്ഞില്ല. അതിന് പകരം ഞാൻ 27ാം രാവിന്റെ പുണ്യം പകലുമുണ്ടല്ലോ, ഉപ്പായുടെ ഖബറിന്റെ അടുത്ത് പോയി സിയാറത്ത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരികയാണ്. സിയാറത്ത് കഴിഞ്ഞ് ഞാൻ ഇപ്പൊ തിരിച്ചു വരികയാണ്. സിയാറത്തിനായി പ്രിയപ്പെട്ട പിതാവിന്റെ ഖബറിന്റെ അടുത്ത് ഞാൻ ചെന്നു. അസ്സലാമു അലൈക യാ അബീ എന്നെന്റെ പിതാവിന് ഞാൻ സലാം ചൊല്ലി ഞാൻ സൂറത്തു യാസീൻ ഓതുകയാണ്. ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വാപ്പാന്റെ ഖബറിന്റെ കാലിന്റെ ഭാഗത്തൊരു ദ്വാരമുണ്ട്. ആ ദ്വാരത്തിൽ നിന്ന് ഒരു സർപ്പമങ്ങ് പുറത്തേക്ക് വന്നു. പേടിച്ചു ഞാൻ മാറി നിന്നു. ആ സർപ്പം അങ്ങനെ ഇഴഞ്ഞ് കാട്ടിലൂടെ അങ്ങ് ഇഴഞ്ഞു പോയി. ഇയാള് പറയാണ്, യാസീനോദി പൂർത്തിയാക്കി ദുആ ചെയ്ത് വരികയാണ് ഞാൻ. എന്നിട്ട് എന്നോട് പറഞ്ഞു, എന്റെ ഉപ്പായുടെ ഖബറിലെ അവസ്ഥ ഒന്ന് പറഞ്ഞു തരാമോ? പെങ്ങളെ, എന്റെ പ്രിയമുള്ള സഹോദരാ, എല്ലാവരും നമ്മൾ ഒഴിവാക്കുന്നൊരു ഘട്ടമുണ്ട്. സുഹൃത്തുക്കൾ പോലും ശത്രുക്കളായി മാറുന്നൊരു ഘട്ടമുണ്ട്. എല്ലാവരെയും നമ്മൾ കൈയൊഴിയേണ്ട ഒരു ഘട്ടമുണ്ട്. ഏതാണ് ആ ഘട്ടമെന്നറിയാമോ? നമുക്ക് എപ്പോഴാണത് വന്നു ചേരുക എന്ന് പറയാൻ പറ്റില്ല. ഏതായാലും ഒരു ദിവസം നമ്മിലേക്ക് കടന്നു വരാനുണ്ടല്ലോ. മരണമല്ലേ അത്? എല്ലാം വിട്ടേച്ച് നമ്മൾ അങ്ങ് കടന്നുപോയാൽ ഖബറിൽ ആരാ നമ്മുടെ കൂടെ ഉണ്ടാവുക? പ്രിയമുള്ളവരെ, ചാറ്റ് ചെയ്ത ഫ്രണ്ട് ഉണ്ടാവുകയില്ല. എപ്പോഴും മൊബൈലിൽ കോൾ ചെയ്യാറുള്ള ആളുണ്ടാവുകയില്ല. നമ്മളും നമ്മുടെ റബ്ബ് മാത്രം. തഫക്കറതു ഫീ ഹശരി വയൗമി ഖിയാമതി വഇസ്ബാഹി ഖദ്ദി ഫിൽ മഖാബിരി താവിയ വഹീദൻ ഫരീദൻ ബഅദ ഇസ്മ മനഅതി റഹീനൻ ബിജുറുമി വത്തുറാബു വസാദിയ തഫക്കറതു ഫീ طولിൽ ഹിസാബി വഅർദിഹി വദുല്ലി മഖാമി ഹീന ഉതാ حسابيا ولكن رجائي فيك ربي وخالقي بأنك تعفو يا إلهي خطايا تفكرت في حشري ويوم قيامتي وإصباح خدي في المقابر ثابيا എന്റെ ഖബറുകളിൽ കൊണ്ടുപോയി വെക്കുന്ന ദിവസം ഞാൻ ഓർത്തുപോയി. എന്റെ സുന്ദരമായ ഖബറുണ്ടല്ലോ, മണ്ണോട് ചേർത്ത് വെക്കുന്ന ദിവസം ഞാൻ ഓർത്തുപോയി. വഹീദൻ ഫരീദൻ ബഅദ ഇസ്സിൻ വമനാതി റഹീനൻ ബിജുറമി വത്തുറാബു വസാദിയ. വഹീദൻ, ഞാൻ ഒറ്റക്ക, ആരും ചാറ്റ് ചെയ്യാനില്ല. എന്റെ ആർപ്പ് വിളികൾക്ക് പോലും കേൾക്കാൻ ഒരാളില്ല, ഉത്തരം പറയാൻ ആരുമില്ല. സബാനിയത്തിന്റെ മലക്കുകളുടെ ദണ്ഡുകളുടെ അടിയേറ്റ് കഴിയുകയാണ്. ആർത്ത് വിളിക്കുമ്പോൾ കേൾക്കാൻ ഒരാൾ പോലുമില്ല.
വീഡിയോ പിടിക്കാൻ ആളില്ല, ചാറ്റ് ചെയ്യാൻ അതേപോലെ വാട്സപ്പിലേക്ക് കയറ്റിവിടാൻ ക്യാമറ ഇല്ല, മൊബൈല് കയ്യിലില്ല. അന്ന് ഞാൻ തലക്ക് വച്ചിരിക്കുന്നത് മണ്ണിനോടാൻ എന്റെ കവിള് ചേർത്ത് വച്ചിരിക്കുന്നത്. ഞാനന്ന് എന്റെ ഉപ്പ എടുത്തു തന്നിരുന്ന എന്റെ പ്രിയപ്പെട്ട ഭർത്താവിനായി എടുത്ത 5 ലക്ഷത്തിന്റെ അറയിൽ കിടന്ന ഞാൻ ചാറ്റ് ചെയ്തത്. 5000ന്റെ തലയണയാ തടക്ക് വെച്ചത്. എന്നാൽ ആയിരക്കണക്കായ കൊല്ലമില്ലേ പെങ്ങളെ സഹോദര തലക്ക് വെക്കേണ്ടത് മണ്ണാ. വത്തുറാബു വസാദിയ തഫക്കർതു ഫീ തോലിൽ ഹിസാബി വഅർളിഹി വദുല്ലി മഖാമി ഹീന ഉഅതാ ഹിസാബിയ വലഹക റജായി ഫീക റബ്ബി വഖാലിഖി ബിഅന്നക തഫോയാ ഇലാഹി ഖതായിയ. ഓർക്കുക, ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ നിങ്ങളോട്, വാളിന്റെ ദിവസം അവസാനിക്കുകയാണല്ലോ. അനർത്ഥത്തിന്റെ വല്ല ഗ്രൂപ്പിന്റെ ആളുകളും നമ്മുടെ മൊബൈലിലുണ്ടോ? അനർത്ഥത്തിന്റെ ഫ്രണ്ടുകൾ നമ്മുടെ മൊബൈലിലുണ്ടോ? തിരിച്ചു മെസ്സേജ് കൊടുത്തേ ഇത്തരത്തിലുള്ള കാര്യത്തിന് ഞാനില്ല എന്ന്. പെങ്ങളെ, നിന്റെ മൊബൈലിൽ ആരൊക്കെ നിനക്ക് ഫ്രണ്ടായി ചേർക്കാം? അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. നിന്റെ മൊബൈലിൽ നിന്റെ വാട്സപ്പിൽ ആരൊക്കെ ഫ്രണ്ടാക്കാം? നിന്റെ പുതിയാപ്പണ്ണ ഫ്രണ്ടാക്കാം, നിന്റെ ഭർത്താവിനെ. വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ ലിബുഉലതിഹിന്ന. ആയത്താ. നിന്റെ ക്ലാസ്സിൽ പഠിക്കുന്നവരെ ഫ്രണ്ടായി ചേർക്കാൻ പറ്റുമോ? പാടില്ല. വിശുദ്ധ ഖുർആൻ വളരെ കർക്കശമായി പറയും. നിനക്ക് ഭർത്താവുണ്ടോ? അനക്കങ്ങനെ വാട്സപ്പ് കളിക്കാൻ പൂതിയുണ്ടോ? നീ നിന്റെ ഭർത്താവും തമ്മിൽ ഒരു ഫ്രണ്ടായിക്കോ. ഏറ്റവും നല്ല ഫ്രണ്ടാവാലോ. ഞാൻ ഇങ്ങോട്ട് വരുമ്പോ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തിന്റെ കേസറ്റ് നിങ്ങൾ ഇവിടെ വെച്ചല്ലോ, സിംസാൽ ഹഖ് ഉസ്താദിന്റെ. മൂപ്പര് ഞാൻ ഊതെടുക്കുന്ന സമയത്ത് മൂപ്പര് പറഞ്ഞ് ഞാൻ കേട്ടു. സുഫിയ ബീവി റളിയല്ലാഹു അൻഹ ഒട്ടകത്തിന്റെ മുകളിൽ കയറുമ്പോ റസൂലുള്ളാന്റെ കാലിന്റെ തുടകളിൽ ചവിട്ടി കയറാൻ പൊന്നുനബി കാലിന്റെ തുട വെച്ചു കൊടുത്തു. നിനക്ക് ഏത് കളിയും കളിക്കാം നിന്റെ ഭർത്താവിന്റെ കൂടെ, ഏതു കളിയും പറ്റും. പൊന്നുനബി ഓട്ട മത്സരം നടത്തിയില്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം? പൊന്നുനബി ഓട്ട മത്സരം നടത്തിയില്ലേ? ആരെ കൂടെ? ആയിഷ ബീവിന്റെ കൂടെ. എപ്പോഴാ? ഒരു യുദ്ധത്തിന് പോവാം. കുറെ അടുത്തിയപ്പോ റസൂലുള്ളാഹി സ്വഹാബികളോട് നിങ്ങളോട് പോയിക്കൂടിയെന്നു. എല്ലാവരും പോയി ഒരു കണ്ണെത്താ ദൂരത്തേക്ക് മറഞ്ഞുപോയി. ആരുമില്ല, വിജനമായ സ്ഥലം. ആയിഷ ബീവിനോട് റസൂൽ ചോദിച്ചു, നമുക്കൊന്ന് ഓടിക്കൂടെ എന്ന് വെച്ചു. ഒരു ഓട്ട മത്സരം നടത്തില്ലേ എന്ന് വെച്ചു. ഒരു ഓട്ട മത്സരം നടത്തില്ലേ? ഓടി, രണ്ടുപേരും ഓടി. ആയിഷ ബീവി പറയാ, ഞാൻ ജയിച്ചു, റസൂലുള്ളാഹി തോറ്റു. അന്ന് ഞാൻ ജയിക്കാൻ കാരണമുണ്ട്, എന്റെ ശരീരം വളരെ മെലിഞ്ഞിട്ടായിരുന്നു. ഞാൻ ജയിച്ചു, റസൂലുള്ളാഹി തോറ്റു. അപ്പൊ ഞാൻ ചിരിച്ചപ്പോ റസൂലുള്ളാഹിയും ചിരിച്ചു. റസൂലുള്ളാഹി തോൽവി സമ്മതിച്ചു. ഇതേപോലെ മറ്റൊരു ദിവസം യുദ്ധത്തിന് പോകും. ഓരോ സമയത്ത് ഓരോ ഭാര്യമാരെ കൊണ്ടുപോകും. മറ്റൊരു ദിവസം യുദ്ധത്തിന് പോകുന്ന സമയത്ത് ആയിഷ ബീവിക്ക് ഇതേപോലെ നറുക്ക് കിട്ടി. അന്നും ആയിഷ ബീവി പോണത്. റസൂലുള്ളാഹി കുറെ അടുത്തിയപ്പോൾ സ്വഹാബികളോട് പറഞ്ഞു, സ്വഹാബ് അങ്ങളങ്ങ് നടന്നോളിന്നു. കണ്ണത്തോ ദൂരത്തേക്ക് അവർ പോയി മറഞ്ഞു. ആരുമില്ല. റസൂലുള്ളാഹി ആയിഷ ബീവിയോട് ഒന്നുകൂടെ ഒരു ഓട്ടപ്പന്തയം നടത്തിക്കൂടെ എന്ന് ചോദിച്ചു. ഓടി. ഞാൻ തോറ്റു, റസൂലുള്ളാഹി ജയിച്ചു. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, ആയിഷ ഹാദാ ബിദാക, നിനക്ക് നിന്റെ ഭർത്താവിനോട് പറയാൻ പറ്റാത്തതെന്താ? നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയോട് പറയാൻ പറ്റാത്തതെന്താ? അവരെ ചെറുതേ. ഒരു പെണ്ണിന് തന്റെ ഭർത്താവിനെ ഫ്രണ്ടായി ചേർക്കാം വാട്സപ്പ് ഗ്രൂപ്പിലെ. തന്റെ ഉപ്പയെ ഫ്രണ്ടായി ചേർക്കാം. തന്റെ പ്രിയപ്പെട്ട ആൺമക്കളെ ഫ്രണ്ടായി ചേർക്കാം. എന്റെ പ്രിയപ്പെട്ട ആങ്ങളെ ഫ്രണ്ടായി ചേർക്കാം. എന്റെ പ്രിയപ്പെട്ട അമ്മാവനെ ഫ്രണ്ടായി ചേർക്കാം. എങ്ങനത്തെ അമ്മാവന്മാർ? ഞരമ്പ് രോഗികളല്ലാത്ത അമ്മാവന്മാരുണ്ടോ? ഈ പറഞ്ഞതൊക്കെ അത് നിങ്ങൾ അതിനോട് ചേർത്ത് വായിക്കണം എന്ന് ഞാൻ പറയാം. എന്തേ നിങ്ങൾക്ക് ചിലപ്പോ ദേഷ്യം പിടിക്കുന്നോട് എന്താ ഇയാൾ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? എല്ലാ അമ്മാവന്മാരെ കുറിച്ചല്ല പത്രത്തിൽ നമ്മൾ വായിക്കില്ലേ? ചേർക്കാം. നിനക്ക് നിന്റെ പിതാവിന്റെ സഹോദരങ്ങളെ ഫ്രണ്ടായി ചേർക്കാം. ഖുർആൻ ഇങ്ങനെ പറഞ്ഞുതരാം. لا لبعولتهن أو آبائهن أو آباء بعولتهن أو أبنائهن أو بني إخوانهن أو بني أخواتهن. ആരൊക്കെ ഫ്രണ്ടായി ചേർക്കാം? അക്ഷരം പ്രതി ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാത്തൊരാൾ നിന്റെ വാട്സപ്പിൽ ഫ്രണ്ടായി ഉണ്ടോ? നീ നരകത്തിന്റെ വിറക. സംശയിക്കുക ചെയ്യണം, നീ നരകത്തിന്റെ വിറക. അതുകൊണ്ട് ഇന്ന് പോയിട്ട് ഡിലീറ്റ് ചെയ്യണം, ഇന്ന് പോയിട്ട് കട്ട് ചെയ്യണം.
റമദാൻ അവസാനിക്കാൻ പോവാ. നമ്മളെപ്പോ നിങ്ങളറിയോ, ശിവപുരത്ത് സഅദ് എന്ന് പറയുന്ന ഒരു സഹോദരന്റെ ഭാര്യ പരിശുദ്ധമായ റമദാൻ നാട്ടിൽ കുടുംബത്തോടൊപ്പം കഴിച്ചുകൂട്ടാൻ വേണ്ടി വരുമ്പോ പത്രത്തിൽ നിങ്ങൾ കണ്ടില്ലേ, എന്റെ പ്രിയങ്കരനായ സുഹൃത്താണ്. അദ്ദേഹം എന്നോട് പറഞ്ഞൊരു ഒരു വർത്താനുണ്ട്, അതിന്റെ മനസ്സിന്ന് പോയില്ല. ബാംഗ്ലൂരിൽ ഫ്ലൈറ്റ് ഇറങ്ങി നാട്ടിലേക്ക് വരാം നോമ്പിന്റെ മുമ്പ്. നാട്ടിലെ പള്ളിയുടെ ഉദ്ഘാടനം നടക്കുന്നത്, ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് ഫ്ലൈറ്റ് ഇറങ്ങി. ചെന്നൈയിൽ, ബാംഗ്ലൂരിൽ ഇറങ്ങേണ്ട ഫ്ലൈറ്റ് ചെന്നൈ കൊണ്ടുപോയിട്ട് ഇറക്കി. ചെന്നൈയിൽ നിന്ന് പിന്നെ അടുത്ത ഫ്ലൈറ്റ് കുറെ കഴിഞ്ഞിട്ടാന്ന് പറഞ്ഞപ്പോ കുറെ ആളുകൾ ഒച്ചും വിളിയും ബഹളമൊക്കെ ഉണ്ടാക്കിയപ്പോ അവർ തൊട്ടടുത്തതിന്റെ ഒരു ഫ്ലൈറ്റ് അറേഞ്ച് ചെയ്തു. 3 മണിക്കൂർ കഴിഞ്ഞാൽ ഫ്ലൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ പറയുന്ന 1 മണിക്കൂർ, ആ 2 മണിക്കൂർ മുന്നോട്ടാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് 1 മണിക്കൂർ കൊണ്ട് ഫ്ലൈറ്റ് പുറപ്പെടും. ഇവര് പറയാൻ, ഞങ്ങളെ സഅദ് എന്ന എന്റെ സഹോദരൻ പറയാൻ, ഞങ്ങളെ സാധനം ലഗേജ് കോലെ തന്നെ വന്ന് വലിച്ചു കൊണ്ടുപോയിട്ട് അത്ര പെട്ടെന്ന് ഞങ്ങളെ ഫ്ലൈറ്റിലേക്ക് കയറ്റി. എന്തേ? ഈ സഹോദരിയെ ഇടിച്ചു വീഴ്ത്താനുള്ള വാഹനം പുറപ്പെട്ടിട്ടുണ്ട്. 3 മണിക്കൂർ കഴിഞ്ഞ് ഫ്ലൈറ്റ് പുറപ്പെടുമെന്ന് പറഞ്ഞ അതേ ഫ്ലൈറ്റ് 2 മണിക്കൂർ മുമ്പേക്ക് സമയം നേരത്തേക്കാക്കി. സാധാരണ ഡിലേ ആക്കലാണ് നേരത്തെ. എന്നോട് പറയാ, ഞങ്ങൾ ബാംഗ്ലൂരിൽ ഇറങ്ങി, ഞങ്ങളുടെ സഹോദരൻ പുറത്ത് കാത്തിരിക്കുന്നുണ്ടായിരുന്നവരുടെ സഹോദരൻ വണ്ടിയിൽ കയറി. അപ്പൊ ഞങ്ങൾ മസ്കത്തിലുണ്ടായപ്പോ ബാംഗ്ലൂർ ഞങ്ങളുടെ ഒരു മരുമകളുണ്ട്, ഓല് വിളിച്ചിട്ട് പറഞ്ഞിരുന്നു, നിങ്ങൾ ബാംഗ്ലൂർ നമ്മളുടെ നാസ്ത കഴിച്ചിട്ടേ പോകാവൂ. ബാംഗ്ലൂർ എയർപോർട്ടിൽ ഇറങ്ങിയപ്പോ ഇയാളും ഭാര്യയും നമ്മൾ മർശ്വരം നടത്തിയതേ, നമുക്ക് ഓരോരുത്തർ പോയി നാസ്ത കഴിച്ചിട്ട് പോകും. അപ്പൊ ഭാര്യ പറഞ്ഞു, ഇനി അവിടെ കയറുമ്പോ നേരം വൈകും, നിങ്ങൾ ആലോചിക്കണം, അവിടെ കയറുമ്പോ നേരം വൈകും, വൈകുന്നേരവും നമ്മൾ പോവാൻ, അത് വേണ്ട, നമുക്ക് വിളിച്ചു പറയാം, നാസ്ത നമുക്ക് വഴിയിൽ നിന്ന് കളിക്കാം. വണ്ടിയിൽ കയറി പോയി. സഹോദരൻ പറയാൻ, ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു, നല്ല വിശപ്പ് ഞങ്ങൾക്കുണ്ടായിരുന്നു. ഞങ്ങളപ്പോ ഞാൻ എന്റെ അളിയനോട് പറഞ്ഞു, നീ നല്ലൊരു ഹോട്ടലിന് മുമ്പിൽ നിർത്തണം. ഓരോ ഹോട്ടലും പാസ് ചെയ്തു പോയി. ഒരു ഹോട്ടലിന് മുമ്പിലെത്തിയപ്പോ ഞാൻ ഇവിടെ നിർത്തണം എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു, ഇതിനേക്കാളും നല്ല ഹോട്ടൽ അപ്പുറത്തുണ്ട്. അങ്ങനെ കുറെ ഹോട്ടലുകൾ പാസ് ചെയ്തു പോയി. അവൻ ഉദ്ദേശിക്കുന്ന ഹോട്ടലിലേക്ക് എത്തിക്കാൻ വേണ്ടിയിരുന്നു അവൻ ഓടിപ്പോയത്. പക്ഷേ അതിനു മുമ്പ് മറ്റൊരു വണ്ടി ഞങ്ങളുടെ വാഹനത്തിന്റെ ടയറിന് വന്നിടിച്ചു. ടയർ പൊട്ടിത്തെറിച്ചു പോയി. വാഹനം 3-4 മലക്കം മറച്ചിൽ മറഞ്ഞു. 6 ആളുകൾക്കിടയിൽ നിന്ന്, ഭർത്താവിന്റെയും 4 മക്കളുടെയും തന്റെ അളിയന്റെയും ഇടയിൽ നിന്ന്, ആങ്ങളുടെയും ഇടയിൽ നിന്ന് ഈ സഹോദരിയെ മാത്രം അള്ളാഹു ആ സ്പോട്ടിലങ്ങ് മരിപ്പിച്ചു. ആ സ്പോട്ട്. എന്നോട് ഇയാൾ പറയാൻ, എനിക്ക് മരിച്ചതൊക്കെ വിഷമവും ദുഃഖമുണ്ട്, പക്ഷേ എന്റെ ഭാര്യയുടെ വിശപ്പ് മാറിയിട്ടില്ല എന്ന വേദന എനിക്ക് തീർക്കാനും കഴിയുന്നില്ല. എന്തേ? അള്ളാഹു നിശ്ചയിച്ച ഭക്ഷണം കഴിഞ്ഞുപോയി. അള്ളാഹു നിശ്ചയിച്ച ഭക്ഷണം കഴിഞ്ഞു. പിന്നെ 1 സെക്കൻഡ് പോലും ഭൂമിയിൽ നിൽക്കില്ല. അതുകൊണ്ടാണ് അവിടെ തയ്യാർ ചെയ്തു വെച്ച നാസ്ത ഇപ്പൊ വേണ്ട, നമുക്ക് വീട്ടിലെത്തിയിട്ട് വേഗം വീട്ടിലെത്താം എന്ന തീരുമാനത്തിൽ അവർ എത്തിയത്. എന്റെയും നിങ്ങളുടെയും കാര്യത്തിൽ അള്ളാഹു എന്ത് കണക്കാക്കിയിട്ടുണ്ടെന്നറിയോ? ഇന്ന് തൗബ ചെയ്യണം. വല്ല തെറ്റും ചെയ്ത ആളുകൾ ഈ കൂട്ടത്തിലുണ്ടോ? ഇന്ന് തൗബ ചെയ്യണം. അനർത്ഥത്തിന്റെ ഫ്രണ്ട്സുകൾ നമ്മുടെ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഉണ്ടോ? കട്ടു ചെയ്യണം. അള്ളാഹുവെ വിചാരിച്ചു അവർ ഞങ്ങൾ തമ്മിൽ വലിയ ബന്ധായി പോയി, ഞാൻ അങ്ങോട്ട് വന്നിട്ടും വേണ്ടാന്ന് പറഞ്ഞിട്ടും സമ്മതിക്കുന്നില്ല. അവിടെയാണ് നമ്മുടെ ഈമാൻ ഉണരേണ്ടത്, അവിടെയാണ് നമ്മുടെ ഖൽബ് ഉണരേണ്ടത്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വേഗം കുറച്ച് ദിക്ർ ചൊല്ലി നമുക്ക് ദ്വാരക്കാം. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. വേഗം, സമയം ഇല്ലാത്തത് കൊണ്ട് വേഗം. മാത്രമല്ല ദുആ വളരെ പ്രധാനമാണ്. ഫലസ്തീനിലെ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി നമുക്ക് ദുആ ചെയ്യാനുണ്ട്. അള്ളാഹു നമ്മുടെ സദസ്സ് ദുആക്കുത്തരമുള്ള സദസ്സാക്കി തരട്ടെ. അള്ളാഹു നമ്മളെ കബൂൽ ചെയ്യുമാറാകട്ടെ. അതേപോലെ സംഘാടകർ ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങൾ ബക്കറ്റ് സഹോദരിമാരുടെ ഭാഗത്തേക്കൊക്കെ കൊടുത്തേച്ചു. സഹോദരിമാരോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾ നല്ല രീതിയിൽ നമ്മുടെ ഈ സദസ്സുമായി സഹകരിച്ചാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇത് വളരെ വലിയ വിജയത്തിലെത്തിക്കാൻ കഴിയും. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. എല്ലാവരും തലയിൽ എന്തെങ്കിലുമൊക്കെ ഇടാനുണ്ടെങ്കിലൊക്കെ ഇട്ട്, സഹോദരിമാർ ശരിക്ക് മുടിയൊന്നും പുറത്ത് കാണാതെ ശരിക്ക് അവരത്തൊക്കെ മറച്ചിട്ടിരിക്കണം. ദുആ വളരെ പ്രധാനമാണ്. നല്ലൊരു സമയത്താണ് നമ്മൾ ദുആ ചെയ്യാൻ പോകുന്നത്. അൽഹംദുലില്ലാഹ്, അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. എല്ലാവരും നല്ല മനസ്സോടുകൂടെ ഇരിക്കുക. ഒഴിഞ്ഞ ചെയറിലേക്കൊക്കെ മുന്നോട്ട് കയറിയിരുന്ന് ഇരിക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കണം എന്നും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് റമദാനുകൾ ജീവിതത്തിൽ സ്വാഗതം ചെയ്യാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇലാ ഹദറത്തി ഹബീബിന. ദുആ വളരെ പ്രധാന. ദുആനെ കുറിച്ചൊന്നും പറയാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. നമ്മൾ ചെയ്തു പോയ തെറ്റുകളിൽ നിന്നൊക്കെ റബ്ബിലേക്ക് ആത്മാർത്ഥമായി ഖേദിച്ചു മടങ്ങി ഇനിയുള്ള ജീവിതം അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും ഇനിയുള്ള സമയത്ത് ദുആയിൽ പങ്കുകൊള്ളണം.